യഹ തു അകർമാദിദർശി സഹ അകർമാദിദർശനാദേവ നിഷ്കർമ്മ സന്യാസി ജീവനമാത്രാർത്ഥചേഷ്ടഃ സൻ കർമ്മണി ന പ്രവർത്തത്തെ യദ്യപി പ്രാഗ് വിവേകതഃ പ്രവൃത്തഃ. യഹ തു പ്രാരബ്ധകർമാ സൻ ഉത്തരകാലം ഉത്പന്നാത്മ സമ്യക് ദർശനഃ സ്യാദ് സ കർമ്മണി പ്രയോജനം അപശ്യൻ സ സാധനം കർമ്മ പരിത്യജതി ഏവ. സ കുതശ്ചിത് നിമിത്താത് കർമ്മ പരിത്യാഗ അസംഭവേ സതി കർമ്മണി തദ്ഫലേ ച സംഗരഹിതതയാ സ്വപ്രയോജനാഭാവാത് ലോകസംഗ്രഹാർത്ഥം പൂർവവത് കർമ്മണി പ്രവൃത്തഃ അപി ന ഏവ കിഞ്ചിത് കരോതി. ജ്ഞാനാഗ്നിദഗ്ധകർമ്മത്വാത് തദീയം കർമ്മ അകർമ്മ ഏവ സമ്പദ്യതേ ഇത്യേതമർത്ഥം ദർശയിഷ്യൻ ആഹ. യഹ തു അകർമാദിദർശി സഹ അകർമാദിദർശനാദേവ നിഷ്കർമ്മ സന്യാസി ജീവനമാത്രാർത്ഥചേഷ്ടഃ സൻ കർമ്മണി ന പ്രവർത്തത്തെ യദ്യപി പ്രാഗ് വിവേകതഃ പ്രവൃത്തഃ. യഹ തു പ്രാരബ്ധകർമാ സൻ ഉത്തരകാലം ഉത്പന്നാത്മസമ്യക് ദർശനഃ സ്യാത് സഹ കർമ്മണി പ്രയോജനം അപശ്യൻ സ സാധനം കർമ്മ പരിത്യജതി ഏവ. സഹ കുതശ്ചിത് നിമിത്താത് കർമ്മ പരിത്യാഗ അസംഭവേ സതി കർമ്മണി തത്ഫലേ ച സംഗരഹിതതയാ സ്വപ്രയോജനാഭാവാത് ലോകസംഗ്രഹാർത്ഥം പൂർവവത് കർമ്മണി പ്രവൃത്തഃ അപി ന ഏവ കിഞ്ചിത് കരോതി. ജ്ഞാനാഗ്നിദഗ്ധകർമ്മത്വാത് തദീയം കർമ്മ അകർമ്മ ഏവ സമ്പദ്യതേ ഇത്യേതമർത്ഥം ദർശയിഷ്യൻ ആഹ. അപ്പം അടുത്ത ശ്ലോകത്തെ പരിചയപ്പെടുത്തുക. അപ്പം ഇവിടെ സ്തുതിച്ചത് കർമ്മത്തിൽ അകർമ്മദർശനം, അകർമ്മത്തിൽ കർമ്മദർശനം. നിത്യ നൈമിത്തികാദി കർമ്മങ്ങൾ തന്നാൽ ഇച്ഛിക്കപ്പെടാത്തത്, തൻ്റെ പരമപുരുഷാർത്ഥത്തിന് ഹേതുവല്ലാത്തത് എന്ന ബോധത്തോടുകൂടി അതിൽ അകർമ്മദൃഷ്ടി ഉറച്ചു. ലോകദൃഷ്ടിയ അകർമ്മമായിരിക്കുന്ന ആത്മാനുസന്ധാനത്തിൽ കർമ്മദൃഷ്ടി ഉറച്ചു. അഥവാ ഒരു പ്രകാരത്തിലും കർമ്മശേഷമല്ലാത്ത ആത്മാവിൽ ഉപാധിധർമ്മങ്ങളെ കൽപ്പിച്ച് കർമ്മം കാണുന്നതിൽ നിന്ന് ഉപരമിച്ച് അത് അകർമ്മമാണെന്നറിഞ്ഞു. അകർമ്മമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ തദ്ഭാവസ്ഥിതനായി കർമ്മമാണെന്നറിഞ്ഞ് തദ്ഭാവസ്ഥിതനായി കഴിയുന്നു. ഇതാണല്ലോ സ്തുതിക്കപ്പെട്ട ദർശനം. അപ്പം ഈ ദർശനത്തിൽ ഉയർന്ന ആൾ സ്വാഭാവികമായി സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ട്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമായി കൊഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം പ്രയോജന ബുദ്ധിയില്ല. പ്രയോജന ബുദ്ധി ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളൊന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രയോജന ബുദ്ധി ഇല്ലാഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുക? അല്ലേ? ആലോചിച്ചു നോക്കൂ. എന്ത് കർമ്മത്തിൽ വ്യാപരിക്കണമെങ്കിലും പ്രയോജന ബുദ്ധി ഉണ്ടാവണം. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ യാതൊരു പ്രയോജനവും കാണുന്നില്ല, അത് കൊഴിഞ്ഞു പോയി. വേറൊരാൾ ചെയ്യുന്നതിന് വിരോധമില്ല, തന്നിൽ നിന്ന് അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ നതേഷു കർമ്മസ്വധികാര എന്ന് ഈശാവാസ്യ ഉപനിഷത് ഭാഷ്യത്തിൽ പറയും. ഈ ഒരു ദർശനത്തോടു കൂടിയവർക്ക് കർമ്മങ്ങളിൽ അധികാരമില്ല, അവർക്ക് കർമ്മത്യാഗത്തിലാണ്, സന്യാസത്തിലാണ് അധികാരമെന്ന്. അപ്പോൾ അകർമാദിദർശി അകർമാദിദർശനാദേവ, ഈ ദർശനം കൊണ്ട് തന്നെ കർമാകർമ്മ
ദർശനം കൊണ്ട് തന്നെ നിഷ്കർമാവായി സന്യാസിയായി തീരും. അയാൾ പുറത്ത് ഏത് ഭാവത്തിൽ ജീവിച്ചാലും അയാൾ ആന്തരികമായി സന്യാസിയായിരിക്കും. ഒന്നും ചെയ്യാനില്ല. അയാൾ ലോകം ചിലപ്പോൾ ജഡമെന്നൊക്കെ പറയും, അങ്ങനെ ജഡഭരതം എന്നൊക്കെ പറയണത്. എന്ത് ജഡം? ജഡമൊന്നുമല്ല, ജ്ഞാനികളിൽ അഗ്രിമനാണ്. ജ്ഞാനികളിൽ അഗ്രിമനായതുകൊണ്ടാണ് ജഡം എന്ന് പറഞ്ഞത്. എന്ത് ജഡം? ലോകം അങ്ങനെ പറയും, ലോകദൃഷ്ടി അതാണ്. അപ്പോൾ ഈ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും എന്ന ദർശനത്തിൻ്റെ മഹിമ കൊണ്ട് അയാൾ നിഷ്കർമാവാകുന്നു, സന്യാസിയാകുന്നു. പിന്നീട് അയാൾ ചെയ്യുന്ന ചേഷ്ടകൾ ജീവനമാത്രാർത്ഥ ചേഷ്ട, ജീവനമാത്രാർത്ഥ ചേഷ്ടനാണ്. ശാരീരം കേവലം കർമ്മ, ശരീരസ്ഥിതി ഹേതുകമായ കർമ്മം മാത്ര ചെയ്യണം. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ ശരീരസ്ഥിതിക്ക് മാത്രം. കാരണം പ്രാരബ്ധവശാൽ സിദ്ധമായിട്ടുള്ള ശരീരം നിലനിർത്തുന്നു. അതിനെന്താണോ വന്നു ചേരുന്നത് അത് ഉപയോഗിക്കുന്നു. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല. ഇങ്ങോട്ട് എന്താണോ തൻ്റെ അടുത്തേക്ക് വന്നു ചേരുന്നത് അത് ഉപയോഗിച്ച് ശരീരം നിലനിർത്തുന്നു. അതുകൊണ്ട് അയാൾ ചെയ്യുന്നില്ല എന്ന് പറയാം. ലൗകിക വൈദികങ്ങളെ അയാൾ ചെയ്യുന്നില്ല. പ്രാഗ് വിവേകതഃ പ്രവൃത്തഃ അപി. അയാൾ മുമ്പെങ്ങനെയായിരുന്നു? മുമ്പ് അയാൾ വിവേകത്തോടു കൂടി കർമ്മങ്ങളെ ചെയ്തിരുന്നു. ഇതാണ് അജ്ഞാനി അവിവേകത്തോടു കൂടി കർമ്മങ്ങളെ ചെയ്തിരുന്നു, അതുകൊണ്ട് അയാൾ അജ്ഞാനിയായി തന്നെ ഇരിക്കുന്നു. ഇയാൾ വിവേകത്തോടു കൂടി കർമ്മങ്ങളെ ചെയ്തു, അയാൾ കർമ്മത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കി കർമ്മത്യാഗത്തിലേക്ക് ഉയർന്നു. ഇപ്പൊ സന്യാസനിഷ്ഠയിൽ കഴിയാണ്. വ്യക്തമാണല്ലോ ഇല്ലേ? ഇനി വേറൊരാള് ഇതേ ജ്ഞാനത്തിൽ തന്നെയാണ്, ഉത്പന്നാത്മദർശനാണ്, ഉത്പന്ന സമ്യക് ദർശനാണ്. സമ്യക് ദർശനമുണ്ട്. കർമ്മത്തിൽ അകർമ്മദർശനം, അകർമ്മത്തിൽ കർമ്മദർശനം നല്ലപോലെ ഉറച്ചിട്ടുണ്ട്. പക്ഷേ പ്രാരബ്ധകർമാനുസാരം ശരീരം ഉണ്ടല്ലോ, അപ്പോൾ ശരീരമുള്ള കാലത്തോളം പ്രാരബ്ധമുണ്ട്. ശരീരമുള്ള കാലത്തോളം പ്രാരബ്ധമുണ്ട്. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും വിജ്ഞാനിയായാലും ഒക്കെ പ്രാരബ്ധമുണ്ട്. അപ്പം ചിലപ്പോൾ സംശയം വരാം, വിജ്ഞാനിക്കും പ്രാരബ്ധം ഉണ്ടെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അജ്ഞാനി പ്രാരബ്ധ അനുസൃതമായതിൽ അഹോ അതിനോട് ചേരുകയാണ്. എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നേലാ സങ്കടം. എന്തിനാ കരയണത്? അല്ല സ്വാമി, എൻ്റെ ഭർത്താവ് മരിച്ചുകൊണ്ടാണ് സങ്കടം, മറ്റുള്ള ഭർത്താവാണ്ട് എനിക്ക് വിരോധം ഉണ്ടായിരുന്നില്ല. പ്രാരബ്ധവശാൽ അതിനോട് ചേർന്നോ? എന്നാൽ ജ്ഞാനിക്കതല്ല. ജ്ഞാനിക്ക് സാക്ഷിഭാവത്തിൽ എല്ലാത്തിനെയും നോക്കി കാണാൻ കഴിയുന്നു. ഒന്നിനോട് സംഘം ഉണ്ടാവുന്നില്ല. സംഘരഹിതമായി പ്രാരബ്ധപതിതമായ അനുഭവങ്ങളെ നേരിടാൻ, അഭിമുഖീകരിക്കാൻ കഴിയുന്നു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് അവ അയാളെ അലോസരപ്പെടുത്തുന്നില്ല, മറ്റത് അലോസരപ്പെടുത്തുന്നു. ചിന്തിക്കുക. സന്യാസി പ്രാരബ്ധകർമാസൻ ഉത്തരകാലം ഉത്പന്നാത്മസമ്യക് ദർശന സ്യാദ് സ കർമ്മണി പ്രയോജനം അപശ്യൻ. കർമ്മങ്ങൾ ഇയാൾ പ്രയോജനം കാണുന്നില്ലല്ലോ, ഇല്ല. സസാധനം പരിത്യജതീയവ, സസാധനം കർമ്മത്തെ അയാളും പരിത്യജിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ എന്ത് സംഭവിക്കുന്നു? കുതശ്ചിൻ നിമിത്താത്, എന്തോ നിമിത്തം കൊണ്ട് പ്രാരബ്ധവശാൽ കർമ്മപരിത്യാഗം ചെയ്യുന്നില്ല. അയാൾ കർമ്മങ്ങളെ തന്നെ തുടരുകയാണ്. കർമ്മണി തദ്ഫലേ സംഗരഹിതതയാ, ഒരു സംഘവുമില്ലാതെ സ്വപ്രയോജനാഭാവാത്, തനിക്ക് കർമ്മം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്തെങ്കിലും ചെയ്തിട്ട് നേടാനുമില്ല, ചെയ്യാതിരുന്നിട്ട് നഷ്ടപ്പെടാനുമില്ല. ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവച കർമ്മണി. ഹേ അർജുന, എനിക്ക് ചെയ്തതിനെ കൊണ്ടൊന്നും കിട്ടാനില്ല, ചെയ്യാത്തതിനെ കൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല, എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. കിട്ടാനില്ലാത്തവർ ചെയ്യണതാണ് വലിയ ചെയ്യൽ. അതാണ് ലോകത്തെ ഇളക്കി മറിക്കുന്ന ചെയ്യൽ. അതാണ് മഹാപുരുഷന്മാരുടെ ചെയ്തികൾ. സ്വപ്രയോജനമായിട്ട് ഒന്നുമില്ലെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവരുടെ ഓരോ ചെയ്തിയും ഓരോ ശ്വാസോച്ഛ്വാസം പോലും ലോകാനുഗ്രഹമായിരിക്കും. ഓരോ ചെയ്തിയും ലോകാനുഗ്രഹമായിരിക്കും. അപ്പോൾ സംഘരഹിതമായിട്ട് സ്വപ്രയോജനാഭാവം കൊണ്ട് ലോകസംഗ്രഹാർത്ഥം പണ്ടുള്ളതുപോലെ തന്നെ പ്രവർത്തിക്കുക എന്ന് വിചാരിച്ചോളൂ. ഒരു പക്ഷേ പണ്ടുള്ളതിനേക്കാൾ പ്രവർത്തിച്ചു എന്ന് വരാം. എന്താണോ തനിക്ക് പ്രാരബ്ധവശാൽ വന്നു ചേർന്നിട്ടുള്ളത് അതിൻ്റെ പിന്തുടർച്ചയിൽ ജ്ഞാനപൂർവകാലം പരിചിതമായ കർമ്മം, ജ്ഞാനപൂർവകാലം ചെയ്തുകൊണ്ടിരുന്ന കർമ്മം അയാൾ അതുപടി തുടരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാരും ആരാധകന്മാരും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി, വേദാന്തത്തിൻ്റെ സാരസംഗ്രഹമായിരിക്കുന്ന സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ചുറ്റും കൂടുമ്പോഴും നിസർഗദത്ത് മഹാരാജ് ബീഡി ധരിച്ചുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന് മുമ്പ് ചെയ്ത പണി അതാണ്. അന്നത്തെ കാര്യത്തിനുള്ള ബീഡി തെരപ്പ് കഴിഞ്ഞാൽ മാറ്റിവെച്ചു, പിന്നെ മുറം മാറ്റിവെച്ച് പിന്നെ ഇവരുടെ വർത്തമാനം മാത്രം. മറ്റത് പറഞ്ഞുകൊണ്ടിരിക്കും, പറയുകയും ചെയ്യും. അലയിൽ സ്വാമിയുടെ അടുത്തേക്ക് എല്ലാവരും തത്വവിജ്ഞാനത്തിന് വരുമ്പോഴും ഇടയ്ക്ക് പോയിട്ട് അദ്ദേഹത്തെ അറിയുന്ന പണി കത്തി ഉണ്ടാക്കലാണ്. നല്ല കത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കറിക്കത്തി ഉണ്ടാക്കി അത് വെക്കും. പൂജ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ ചിലപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് ഹോമം ഒക്കെയാ പതിവ്, അയാൾ ഹോമം ചെയ്തുകൊണ്ടിരിക്കും. മറ്റേയാൾക്ക് ശാസ്ത്രവ്യാഖ്യാനമാണ്, അത് ശാസ്ത്രവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കും. അയാൾ മറ്റേയാൾക്ക് കറി ഉണ്ടാക്കാനാണ്, അത് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്നതാന്നില്ല. യഥാപൂർവം പ്രവൃത്ത, പണ്ട് പ്രവർത്തിച്ച പോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുക ബാഹ്യമായിട്ട്. പക്ഷെ ആന്തരികമായിട്ടൊന്നുമില്ല, അതിനോട് സംഘമില്ല. ഇത് ആർക്കോ മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടോ ശിഷ്യശിക്ഷണാർത്ഥമോ ഒക്കെ ആയി വരാം. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ പ്രാരബ്ധാട്ടോ. ശിഷ്യശിക്ഷണം എന്ന് പറഞ്ഞാലും ലോക സംഗ്രഹാർത്ഥം എന്ന് പറഞ്ഞാലും സത്യമായിട്ട് പറഞ്ഞാൽ അത് പ്രാരബ്ധം തന്നെയാണ്. ഇപ്പോൾ അവിടെ കറങ്ങുന്ന ഫാനിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിലച്ചാലും അത് കുറച്ചു നേരം കറങ്ങും. എത്ര നേരം കറങ്ങും അത് പറയാൻ പറ്റില്ല. കാരണം 100% അതിൽ ലൂബ്രിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 100%. 2, അന്തരീക്ഷവായുവിൻ്റെ സമ്മർദ്ദം ഇല്ലയെന്ന് വിചാരിക്കുക. 3, ഭൂഗുരുത്വ ആകർഷണം ഇല്ലയെന്നും വിചാരിക്കുക. എന്നാൽ ഒരിക്കലും അത് നിൽക്കൂല. നിൽക്കണ പരിപാടിയിൽ അത് ഉള്ള കാലം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കും. 1,00,000 കൊല്ലാഞ്ചോ 1,00,000 കൊല്ലം കറങ്ങും. ഈ പറഞ്ഞ 3ഉം യോജിച്ചാൽ. പക്ഷേ യോജിക്കില്ല. ഭൂഗുരുത്വാകർഷണം ഉണ്ട്, അപ്പോൾ അത് കുറച്ചു നേരം കഴിഞ്ഞാൽ നിൽക്കും. 100% ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ നിൽക്കും. അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദമുണ്ട്, നിൽക്കും. അപ്പോൾ അത് ആപേക്ഷിക എന്നാണ് പറഞ്ഞത്. എത്ര നേരം കറങ്ങും. പിന്നെ ഇതുവരെ കറങ്ങിയതിൻ്റെ വേഗമുണ്ട്, അതിൻ്റെ അനുസരിച്ചു. അതിലേക്ക് ഇപ്പം പുതുതായിട്ട് കറക്കുന്ന ശക്തിയൊന്നുമില്ല, പുതുതായിട്ട് പ്രചോദകമായിട്ടുള്ള ഒന്നുമില്ല. എന്നാലത് കറങ്ങും. അങ്ങനെ ചെയ്യുന്ന കർമ്മം ജ്ഞാനാഗ്നി ദഗ്ധകർമ്മമാണല്ലോ. അത് അകർമ്മയേവ സമ്പദ്ധ്യതേ. അത് വാസ്തവത്തിൽ ലോകദൃഷ്ടിയ കർമ്മമാണെങ്കിലും അത് കർമ്മമല്ല, അകർമ്മമാണ്. എന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്നു എന്നുള്ളതില്ല, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ളതില്ല, അതിനോട് സംഘമില്ല, ഒട്ടലില്ലാണ്ട് എല്ലാം ചെയ്യാം, എല്ലാം ചെയ്യും. ചിന്തിക്കുക. ഏതമർത്ഥം ദർശയിഷ്യനാഹ, ഈ ഒരർത്ഥത്തെ കാണിച്ചുകൊണ്ട് പറയുകയാണ്. തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ.
ത്യക്ത്വാ കർമ്മഫലാസംഗം, കർമ്മഫലാസംഗത്തെ ഉപേക്ഷിച്ചിട്ട്, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്രസക്തമായി തീരുക എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഉപേക്ഷിച്ചാൽ ആ വസ്തു നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാവുക, അപ്രസക്തമായി കൊഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കർമ്മഫലാസംഗം കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരാൾ ആരാ? നിത്യതൃപ്തൻ, നിത്യമായതിൽ ആത്മാവിൽ തൃപ്തനായവൻ, അഥവാ നിത്യവും തൃപ്തനായവൻ, എപ്പോഴും തൃപ്തിയിൽ കഴിയുന്നവൻ. ആത്മതൃപ്തി, തന്നിൽ തൃപ്തിയാർന്നിരിക്കുന്നവൻ. അയാളുടെ തൃപ്തിയെ ഇല്ലാതാക്കാൻ ലോകത്തിൽ ഒരാൾക്ക് സാധിക്കില്ല. കാരണം അയാൾ തൃപ്തനാണ്, ആനന്ദമഗ്നനാണ്. ആത്മന്യേവച സന്തുഷ്ട ആത്മതൃപ്തശ്ച. നിരാശ്രയ, അയാൾ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. തൻ്റെ കാര്യസാധ്യത്തിന്, തൻ്റെ സുഖത്തിന്, തൻ്റെ കർമ്മങ്ങൾക്ക് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. താൻ തന്നിൽ തന്നാൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ആപൂര്യമാണമജലപ്രതിഷ്ഠം, നിറഞ്ഞിരിക്കുന്ന സമുദ്രം പോലെ നിറഞ്ഞവനാ. അങ്ങനെയുള്ള ഒരാള് അപ്പം എന്തൊക്കെയാ പറഞ്ഞേ? കർമ്മഫലാസംഗത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യതൃപ്തനും നിരാശ്രയനുമായിട്ടുള്ള ആള് കർമ്മണി അഭിപ്രവൃത്ത അഭി, കർമ്മങ്ങളിൽ വ്യാപരിച്ചിരിക്കുകയാണെങ്കിലും ലോകദൃഷ്ടിയ നൈവ കിഞ്ചിത് കരോതി സഹ, അയാൾ ഒന്നും ചെയ്യുന്നില്ല. വേറൊരാൾ ലോകദൃഷ്ടിയ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഇങ്ങനെ ഇരിക്കാവും മണ്ടാണ്ട്. പക്ഷെ അയാൾ അഭിപ്രവൃത്തനായിരിക്കും. എന്തുകൊണ്ട്? അയാൾക്ക് കർമ്മഫലാസംഗം ഉണ്ട്. കർമ്മഫലാസംഗം ഉണ്ടായിട്ടും കർമ്മം ചെയ്യുന്നില്ല. ഞാൻ സന്യാസിയാണെന്ന ഭാവനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയും നോക്കുക, അവർക്ക് എന്തൊക്കെയായിരിക്കും, അവർക്കൊക്കെ എന്തൊക്കെ സുഖമായിരിക്കും ഇല്ലേ? ചില്ലാനൊക്കെ കുറേ ഉണ്ടല്ലോ, കുടുംബം ഉണ്ടല്ലോ, പത്നി ഉണ്ടല്ലോ, പതി ഉണ്ടല്ലോ. ഇതൊക്കെയാണ് അയാളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അയാളൊന്നും ചെയ്യുന്നില്ല ബാഹ്യമായിട്ട്. ഇയാളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴാ ശ്രീകൃഷ്ണൻ നിത്യബ്രഹ്മചാരി. ശ്രീരാമൻ അഹിംസകൻ. ശ്രീരാമനെ പോലെ ഇത്രയ്ക്കധികം പേരെ തട്ടിയാൾ വേറെ ഉണ്ടാവുക? എന്താ നിങ്ങളുടെ അഭിപ്രായം? 3.25 നാഴിക കൊണ്ടാണ് 14,000 പേരെ ശരിയാക്കിയത്. അപ്പോൾ രാമരാവണ യുദ്ധത്തിലൊക്കെ എത്ര പേരെ കൊന്നുണ്ടാവും? ഈ ഇത്രയും കൊന്നൊടുക്കിയ ആളെ കൊണ്ടാണ് അഹിംസകൻ എന്ന് പറയുന്നത്. വാൽമീകി പറഞ്ഞിട്ടുണ്ട് അഹിംസകനാണ്. ശ്രീകൃഷ്ണന് 80 മക്കള് വൈവാഹിക ബന്ധങ്ങളിലും അല്ലാതെ എന്തായാലും ഉണ്ട്. വെളിവിൽ 80-ഉം ഒളിവിൽ എത്രയെന്ന് ഭഗവാനെ അറിയുള്ളൂ. നമുക്കറിയണത് ഒന്നാണ്, കുബ്ജയുടെ മകൻ. അപ്പം 81 മക്കളുണ്ട്. എന്നിട്ട് ശ്രീകൃഷ്ണന്റെ പേരെന്താ? ബ്രഹ്മചാരി അല്ല, നിത്യബ്രഹ്മചാരി. അതെങ്ങനെയാ? കർമ്മണ്യ അഭിപ്രവൃത്ത അഭി, കർമ്മങ്ങളിൽ അഭിപ്രവൃത്തനാണെങ്കിലും നൈവ കിഞ്ചിത് കരോതി സഹ, അവരൊന്നും ചെയ്യുന്നില്ല. അവൻ ചെയ്യണത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടാവും. കണ്ടോ കൃഷ്ണന്റെ പരിപാടി കണ്ടോ? കൃഷ്ണൻ ഒന്നും ഉണ്ടാവില്ല, അതൊന്നിനോട് ഒട്ടലുണ്ടാവില്ല. ആ ഒട്ടലില്ലാത്ത കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചിട്ട് മറ്റുള്ളവർ ഒട്ടിപ്പിടിക്കും, ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കുക. നൈവ കിഞ്ചിത് കരോതി സഹ, അവനൊന്നും ചെയ്യുന്നില്ല. ത്യക്ത്വ, ഇവിടെയൊക്കെ വിശദീകരിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മുന്നോട്ട് തീരെ നീങ്ങില്ല. അതുകൊണ്ട് കുറേ ബ്രേക്ക് ഇടുകയാണ്. ത്യക്ത്വ കർമ്മസു അഭിമാനം ഫലാസംഗം ച യഥോക്തേന ജ്ഞാനേന നിത്യതൃപ്തഃ നിരാകാംക്ഷഃ വിഷയേഷു ഇത്യർത്ഥഃ. നിരാശ്രയഃ ആശ്രയരഹിതഃ, ആശ്രയോ നാമ യദാശ്രിത്യ പുരുഷാർത്ഥം സി സാധയിഷതി ദൃഷ്ടാദൃഷ്ടേഷ്ട ഫലസാധനാശ്രയരഹിതഃ ഇത്യർത്ഥഃ. വിദുഷാ ക്രിയമാണം കർമ്മ പരമാർത്ഥതഃ അകർമ്മ ഏവ തസ്യ നിഷ്ക്രിയാത്മദർശന സമ്പന്നത്വാത് തേന ഏവം ഭൂതേന
പ്രയോജനാഭാവാത് സസാധനം കർമ്മ പരിത്യക്തവ്യം ഏവ ഇതി പ്രാപ്തേ തതഃ നിർഗമ അസംഭവാത് ലോകസംഗ്രഹ ചികീർഷയാ ശിഷ്ട വിഗർഹണ പരിജിഹീർഷയാ വാ പൂർവവത് കർമ്മണി അഭിപ്രവൃത്തഃ അപി നിഷ്ക്രിയാത്മദർശന സമ്പന്നത്വാത് നൈവ കിഞ്ചിത് കരോതി സഹ. त्यक्त्वा कर्मसु अभिमानं फलासंगं च यथोक्तेन ज्ञानेन नित्यतृप्तः निराकांक्षः विषयेषु इत्यर्थः. निराश्रयः आश्रयरहितः आश्रयो नाम यदाश्रित्य पुरुषार्थं सि साधयिषति दृष्टादृष्टेष्टफलसाधनाश्रयरहितः इत्यर्थः. विदुषा क्रियमाणं कर्म परमार्थतः अकर्म एव तस्य निष्क्रियात्मदर्शनसम्पन्नत्वाद् तेन एवं भूतेन प्रयोजनाभावाद् ससाधनं कर्म परित्यक्तव्यम् एव इति प्राप्ते ततः निर्गम असंभवाद् लोकसंग्रह चिकीर्षया शिष्ट विगर्हण परिजिहीर्षया वा पूर्ववद् कर्मणि अभिप्रवृत्तः अपि निष्क्रियात्मदर्शनसम्पन्नत्वाद् न एव किञ्चित् करोति सः. അപ്പോൾ കർമ്മങ്ങളിലുള്ള അഭിമാനം പോയി. ത്യക്ത്വാ കർമ്മസു അഭിമാനം, അവിടെ ത്യക്ത്വാ ത്യജിച്ചിട്ട് എന്നുള്ളതിന് അപ്രസക്തമാക്കി തീർത്തിട്ടുള്ളതാണ്. എങ്ങനെ വിവേകജ്ഞാനം പ്രകാശിച്ചതുകൊണ്ട് കർമ്മത്തിൽ അകർമ്മദർശനം അകർമ്മത്തിൽ കർമ്മദർശനം എന്നത് സ്ഥിരീഭൂതമായതുകൊണ്ട് ഉറച്ചതുകൊണ്ട് അവർ ഉറച്ച ജ്ഞാനത്തിലാണ്. അങ്ങനെ ഫലാസംഗം പോയി. യഥോക്തേന ജ്ഞാനേന പറയപ്പെട്ട ജ്ഞാനം കൊണ്ട്. എന്താ ജ്ഞാനം എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എന്താ ജ്ഞാനം? കർമ്മണ്യകർമ്മയ പശീതകർമ്മണി ചകർമ്മയ, അതാണ് ജ്ഞാനം. അങ്ങനെ നിത്യതൃപ്തനായി. ആരാ തൃപ്തൻ? നിരാകാംക്ഷ. എന്തെങ്കിലും ഒരു അർത്ഥത്തെ നമ്മൾ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്പന്നനാര് ദരിദ്രനാരെന്ന ചോദ്യം വരുന്നുണ്ട്. ആരാണ് ദരിദ്രൻ? ആരാണ് സമ്പന്നൻ? പണ്ടൊരു മഹാത്മാവിനെ ചക്രവർത്തി വീട്ടിൽ ഭിക്ഷയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ കഥയുണ്ട്. മഹാത്മാവിനെ വിളിച്ചു കൊണ്ടുപോയി. മഹാത്മാവിനെ സ്വീകരിച്ചു, പാദപൂജയൊക്കെ ചെയ്ത് ഉമ്മർത്തി ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് വരാം. ഓ, പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ. അപ്പം അവിടെ തന്നെ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കണമേ, എൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കണമേ. മഹാത്മാവ് എഴുന്നേറ്റ് പോയി. രാജാവ് വന്നപ്പോഴത്തേക്ക് മഹാത്മാവ് പോവാണ്. അയ്യോ, ഭക്ഷണം കഴിക്കാണ്ട് പോയി. മഹാപാപം പിന്നാലെ ഓടിപ്പോയി. ഞാൻ തെണ്ടികളെടുത്ത് തണ്ടാറില്ലടാ, ഞാൻ തെണ്ടിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ തെണ്ടികളോട് തണ്ടാറില്ല. ആരോടാ പറഞ്ഞത്? മഹാരാജാവിനോട്. കാരണം ഇനിയും രാജ്യം നന്നാക്കണേ, ഇനിയും പൈസ തരണേ, ഇനിയും. ദരിദ്രനാണ് അയാള്. അയാൾ മഹാരാജാവല്ല, ചക്രവർത്തിയല്ല, കോടാനുകോടീശ്വരനാണെങ്കിലും ഇനിയും വേണമെന്നുള്ള ആഗ്രഹമുള്ള കാലത്തോളം അയാൾ ദരിദ്രനാണ്. മറ്റേയാൾ സമ്പന്നനാണ്, മറ്റേയാൾ നിറഞ്ഞിരിക്കുന്ന ആളാ. അതാണ് നിരാകാംക്ഷ. ആകാംക്ഷ ഇനിയുണ്ടെങ്കിൽ അയാൾ തൃപ്തനല്ല. എല്ലാ ആകാംക്ഷയും പോയവൻ. വന്നാൽ സന്തോഷം, പോയാൽ സന്തോഷം.
വിഷയേഷു നിരാകാംക്ഷ ഇത്യർത്ഥ. വ്യക്തമാണല്ലോ. നിരാശ്രയ ആശ്രയരഹിത, ഒരാശ്രയവും ഇല്ല. അപ്പം എന്ത് ഈ ആശ്രയം എന്ന് പറഞ്ഞാൽ സംശയം വരും ആൾക്കാർക്ക്. അതുകൊണ്ട് ഭാഷ്യകാരൻ ആശ്രയ ശബ്ദത്തെ നിർവചിക്കുകയാണ്. ആശ്രയോ നാമ, ആശ്രയം എന്ന് പറഞ്ഞാൽ ഏതാശ്രിത്യ പുരുഷാർത്ഥം സി സാധയിഷതി, എന്തിനെ ആശ്രയിച്ചിട്ടാണോ പുരുഷാർത്ഥത്തെ നേടാൻ ഇച്ഛിക്കുന്നത്, അതാണ് ആശ്രയം. കാര്യലാഭത്തിന് നമ്മൾ എന്തിനെ ആശ്രയിച്ച് കാര്യലാഭത്തെ നേടാൻ ഉദ്ദേശിക്കുന്നു, അതാണ് ഇവിടുത്തെ ആശ്രയം. അപ്പം ഇയാൾ ഒന്നിനെ ആശ്രയിച്ച് കാര്യസാധ്യം നേടാൻ പോകുന്നില്ല. ഇപ്പോൾ അയാളടുത്തേക്ക് ഏതെങ്കിലും ദൈവം വന്നു എന്ന് വിചാരിച്ചോളൂ. എടോ ഞാൻ വിഷ്ണുവാണ്, സന്തോഷം, എന്തെങ്കിലും വരം ചോദിച്ചോളൂ. എനിക്കൊന്നും ചോദിക്കാനില്ല. എന്തെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് ചോദിക്കാനില്ല. ആ വിഷ്ണുവിനെ ആശ്രയിക്കുന്നില്ല. നീ എന്നെ ഉപാസിലെ ഇത്രയും കാലം, ഞാൻ സാക്ഷാൽ പരമശിവനാണ്, നിൻ്റെ അടുത്തേക്ക് അനുഗ്രഹത്തിന് വന്നു, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ആവശ്യമില്ല. അല്ലാണ്ടെന്താ, വന്ന സന്തോഷം, എന്നാൽ പോട്ടെ, പോണമെന്ന് സന്തോഷം. ഇത്രയേ ഉള്ളൂ. വന്ന സന്തോഷം പറയാൻ പോണ സന്തോഷം ഇല്ലായ്മയില്ല. ഒന്നിനെ ആശ്രയിക്കുക, നിരാശ്രയ. ചിന്തിക്കുക. അങ്ങനെയുള്ളവർ ലോകം എന്താ വിളിക്കുക? ഭ്രാന്തെന്നാ വിളിക്കുക. നാരായണത്തെ ഭ്രാന്തെന്നൊക്കെ കേട്ടില്ലേ? വല്ലാണ്ട് ദേവിക്ക് വലിയ ആഗ്രഹമാണ് വരം കൊടുക്കണമെന്ന്. അപ്പം ഒരു കാര്യം ചെയ്ത് അടുത്ത കാലത്തെ വന്ന് വലത്തെ കാലിലായിക്കോളൂ. നിനക്ക് എന്തെങ്കിലും തന്നു എന്നൊരു സന്തോഷത്തിന് വേണ്ടി, എനിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് കൊടുത്തൂലോ എന്നൊരു സന്തോഷം നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഇടത്തെ കാലത്തെ വന്ന് വലത്തെ കാലിലാക്കി തന്നോളൂ. രണ്ടു കൂട്ടർക്കും സന്തോഷം. അതാണ് നിരാശ്രയ, നിരാകാംക്ഷ. ദൃഷ്ടാദൃഷ്ട ഇഷ്ടഫലസാധനാശ്രയരഹിത. ദൃഷ്ടവും അദൃഷ്ടവുമായിരിക്കുന്ന ഇഷ്ടഫലസാധനങ്ങളെ ആശ്രയിക്കാത്തവൻ. നമ്മൾ ദൃഷ്ടവും അദൃഷ്ടവുമായതിനെ ആശ്രയിക്കേണ്ടത്. ദൃഷ്ടമായത് ദൃഷ്ടം ചന്ദാർത്ഥം കാണപ്പെട്ടത്, അനുഭവിക്കപ്പെട്ടത്, അങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് സുഖത്തിനായിക്കൊണ്ട്. പിന്നെയോ അദൃഷ്ടമായത്, കാണാത്തത്, അനുഭവിക്കാത്തത്, സ്വർഗത്തിൽ പോയാൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതാണ് അദൃഷ്ടം. അങ്ങനെയുള്ളത് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും ഇല്ല. ഈ ലോകത്തിലുള്ള ഇഷ്ടവിഷയങ്ങളും ഇല്ല, പരലോകത്തിലുള്ള ഇഷ്ടവിഷയങ്ങളും ഇല്ല. ഒക്കെ സന്തോഷം. അതൊക്കെ അവിടെ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, ലോകത്തിൽ ഇപ്പം എന്തൊക്കെ ഉണ്ട്? എല്ലാം ഞാൻ തന്നെ. തൃപ്തനാണ്. അങ്ങനെയുള്ള വിദുഷ ക്രിയമാണം കർമ്മ പരമാർത്ഥത അകർമ്മയേവ. അങ്ങനെയുള്ള വിദ്വാനാൽ ചെയ്യപ്പെടുന്ന കർമ്മം വാസ്തവത്തിൽ അകർമ്മമാണ്. നിഷ്ക്രിയാത്മദർശന സമ്പന്നത്വാത്. നിഷ്ക്രിയാത്മദർശന സമ്പന്നനായതുകൊണ്ട്, നിഷ്ക്രിയമായ ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പം ലോകദൃഷ്ടിയാൽ എന്ത് ചെയ്താലും ഒന്നും ചെയ്യണില്ല. ശ്രദ്ധിക്കുക. തേന ഏവം ഭൂതേന പ്രയോജനാഭാവസാധനം കർമ്മപരിത്യക്തവ്യം ഏവ ഇതി പ്രാപ്തേ. അപ്പം അങ്ങനെയുള്ള ആൾക്ക്, പ്രയോജനം കാണാത്ത ആൾ കർമ്മം പരിത്യജിക്കേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, ആൾ സന്യാസ നിഷ്ഠയിൽ കഴിയേണ്ടതാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് സന്യാസ നിഷ്ഠയിലേക്ക് പോകുന്നില്ല. ആന്തരികമായി സന്യാസമാണ്, പക്ഷെ ബാഹ്യമായി അയാൾ സന്യാസത്തിലേക്ക് പോകുന്നില്ല. അയാൾ ബാഹ്യമായി ലോക ദൃഷ്ടിയിൽ കർമ്മം ചെയ്തുകൊണ്ട് കഴിയുന്നു. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഒറ്റ വാക്കിൽ പറയണത് പ്രാരബ്ധവശാൽ എന്ന് പറഞ്ഞാൽ മതി. ഒരാൾ സന്യസിക്കണതും പ്രാരബ്ധമാണ്, സന്യസിക്കാതിരിക്കുന്നതും പ്രാരബ്ധമാണ്. പക്ഷെ ഇവിടെ ജ്ഞാനബലമുണ്ട്. ഈ ജ്ഞാനബലത്തോടു കൂടിയ സന്യാസി കൃതാർത്ഥനാണ്, ഈ ജ്ഞാനബലത്തോടു കൂടിയ അസന്യാസിയും കൃതാർത്ഥനാണ്. അത് മനസ്സിലാക്കണം. ജ്ഞാനബലമാണ് മുഖ്യം. അതിൽ ദുഷ്കർമ്മവും സത്കർമ്മവും ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അതിലത്തെ ദുഷ്കർമ്മവും സത്കർമ്മവും അയാൾക്കില്ല, രണ്ടും അയാൾക്കില്ല. അതൊക്കെ വീതം വെച്ച് പോയിക്കോളും. അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദുഷ്കർമ്മങ്ങളൊക്കെ ദുഷിക്കുന്നവർക്ക് പോട്ടെ, അയാളുടെ സൽക്കർമ്മങ്ങളുടെ ഫലമൊക്കെ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് പോട്ടെ. അത്രയേ ഉള്ളൂ. അയാൾക്ക് ഇതൊന്നും വേണ്ട. കർമ്മത്തിന് രണ്ടും ഉണ്ടാവും.
അപ്പോൾ ദുഷ്കർമ്മം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാലെന്നതുപോലെ ദോഷത്തോടു കൂടി ചേർന്നതാണ്. ദോഷമില്ലാത്തൊരു കർമ്മവും ഇല്ല. ഉണ്ടോ? ഏതെങ്കിലും കർമ്മം ദോഷമില്ലാത്ത കർമ്മം പറഞ്ഞു തരാൻ പറ്റുമോ? ഏത് കർമ്മം ഉണ്ടെങ്കിലും അതിന് ദോഷം ഉണ്ടാവും, ദോഷാംശം ഉണ്ടാവും, ഗുണാംശവും ഉണ്ടാവും. ഗുണം മാത്രമായിട്ടൊരു കർമ്മം ലോകത്തിലില്ല, ദോഷം മാത്രമായിട്ടൊരു കർമ്മം ലോകത്തിലില്ല. ഇതൊക്കെ ദൃഷ്ടിഭേദം അനുസരിച്ച് മാറും. ഒരു മുറ്റത്ത് ചെടി വളർത്തിയിട്ടുണ്ട്. നല്ല മനോഹരങ്ങളായ പുഷ്പങ്ങളുണ്ടായി. അത് നല്ല മൊട്ടായി പൂവായി വിടർന്നു വന്നു. തുള്ളിച്ചാടി സന്തോഷിക്കുകയാണ് കുട്ടി. ഈ പൂവിൻ്റെ സൗന്ദര്യം കണ്ട് ആ കുട്ടിക്ക് വലിയ സ്നേഹം. അമ്മ അത് ആദ്യം കണക്കാക്കി വെച്ചിട്ടുണ്ട്, ഇതിലത്തെ ആദ്യത്തെ പൂവ് ഭഗവാന് പൂജിക്കാനുള്ളതാണ്. വിടർന്നതും അമ്മ പറിച്ചു. പൊട്ടിക്കരഞ്ഞ് കുട്ടി ബഹളം വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത മഹാപാപമാണ് അമ്മ ചെയ്തത്. അമ്മയെ സംബന്ധിച്ചോ ഭഗവാനെ പൂജിക്കുക എന്നുള്ള പുണ്യമാണ് ചെയ്തത്. കുട്ടിയെ സംബന്ധിച്ചോ ഇത്രയും പൂമ്പാറ്റകൾക്ക്, ഇത്രയും തേനീച്ചകൾക്ക് ആശ്രയഭൂതമായി തനിക്ക് സന്തോഷം നൽകിയ ഈ പൂവ് അമ്മ ഇറുത്തു കൊണ്ടുപോയി എന്നുള്ളത് കൊടിയ പാപമാണ്. ഏതാ ശരി? രണ്ടും ശരിയാണ്. രണ്ടും ശരിയാണ്. അമ്മയുടെ ദൃഷ്ടിയിൽ പൂജാപുഷ്പം അത് പൂവിൻ്റെ സാഫല്യമാണ്. പൂ പറഞ്ഞോ? ഇല്ല. പൂമ്പാറ്റ പറഞ്ഞോ? ഇല്ല. അമ്മ പറഞ്ഞു പൂവിൻ്റെ സാഫല്യമാണ് മഹാവിഷ്ണുവിൻ്റെ കാൽക്കലേക്ക് ഇടുന്നത്. കുട്ടിയുടെ ദൃഷ്ടിയിലോ മഹാവിഷ്ണുവാണ്, സർവ്വവ്യാപിയാണ്. ഇവിടെ വിടർന്നു നിൽക്കുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ സന്തോഷം. മുറിയിൽ വേറെ ആരും കാണാണ്ടൊരു വിഗ്രഹത്തിൻ്റെ അടിയിൽ ഇടുന്നതല്ല. ഏതാ ശരി? രണ്ടു ശരി. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഹ. ഈ കുട്ടീനെ വളരെ കഷ്ടപ്പെട്ടിട്ട് സമാധാനിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട ആളാണ് നമ്മൾ. കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ വിജയിച്ചില്ല. കുട്ടി സമ്മതിച്ചില്ല. സ്വാമി എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതിക്കില്ല, സമ്മതമല്ല. ഇത്ര നല്ല മനോഹരമായ പൂവാണ്. അതവിടെ എത്ര ദിവസം കിടക്കുമായിരുന്നു. ഇതിപ്പോൾ ഒന്ന് വാടിപ്പോവില്ലേ? ഈ മഹാവിഷ്ണുവിനല്ലേ അവിടെ ലോകം മുഴുവനുള്ളത്. ആ മഹാവിഷ്ണുവിൻ്റെ ഭാവങ്ങളല്ലേ വരുന്ന തേനീച്ചകളും വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ. അമ്മ എന്തിനാണ് ഈ പാപകർമ്മം ചെയ്യുന്നത്? അതൊക്കെ വലിയ വിഷയമാണ്. അപ്പം അതുകൊണ്ട് ദോഷം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഏതാളുടെ കർമ്മത്തിലും ദോഷം ഉണ്ടാവും. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. എല്ലാ ആരംഭങ്ങളും എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്നതുപോലെ ദോഷത്തോട് ചേർന്നവയാണ്. അപ്പോൾ സസാധനം പരിത്യക്തവ്യമേവ. സർവകർമ്മങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. എങ്കിലും തതോ നിർഗമസംഭവാത്. എന്തോ കാരണം കൊണ്ട് കർമ്മത്തിൽ നിന്ന് അയാൾ ഒഴിവാകുന്നില്ല. നിർഗമസംഭവാത്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഇവിടെ ഭാഷ്യകാരൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്, അത് പോരാ. എന്നാലും ഭാഷ്യകാരൻ പറയുമ്പോൾ നമ്മൾ പഠിക്കണമല്ലോ. ലോകസംഗ്രഹ ചികീർഷയാ. ലോകത്തിൻ്റെ ഈ വഴിവിട്ട പ്രവർത്തനമൊക്കെ നേരെയാക്കണം എന്ന് വിചാരിച്ചിട്ട്. ലോകത്തിൻ്റെ വഴിവിട്ട പ്രവർത്തനം നേരെയാക്കണമെങ്കിൽ ലോകത്ത് പ്രവർത്തിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ സന്യസിക്കാതെ ഈ ലോകത്തിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ലോകത്തിനൊരു മാതൃക കാണിച്ച് നടക്കുകയാണ് എന്ന ഭാവന കൊണ്ടോ. അടുത്തത് കുറച്ച് വിഷമാട്ടോ. ശങ്കരാചാര്യസംഘമാണ് പറയണതെങ്കിലും കുറച്ച് വിഷമം കൊണ്ട് എടുത്തത്. ശിഷ്ടവിഗർഹണ പരിജിഹീർഷയ. ശിഷ്ടജനങ്ങൾ നിന്ദിക്കുമല്ലോ, അത് ഒഴിവാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ എന്തൊരു മഹാപാപിയാണ്. ഇത്രയും വിവരമൊക്കെ ഉണ്ടായിട്ട് അവൻ്റെ ഭാര്യനെയും കുട്ടികളിട്ട് പോയത് കണ്ടില്ലേ എന്ന് ശിഷ്ടജനങ്ങൾ നിന്ദിക്കുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ സന്യസിക്കേണ്ടതാണ്, എങ്കിലും അയാൾ സന്യസിച്ചില്ല. അത് ഈ ശിഷ്ടവിഗ്രഹണ പരിചീർഷ എന്നുള്ളത് സുഖമില്ല.
ഭാഷ്യകാരൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, നമുക്ക് യോജിക്കാൻ വയ്യ. ആര് സ്തുതിച്ചോട്ടെ, ആര് നിന്ദിച്ചോട്ടെ, നമുക്കെന്താണ്? പക്ഷെ എന്തായാലും ഇത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പ്രാരബ്ധവശാത് അയാൾ സന്യസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അയാൾ വീട്ടിൽ തന്നെ കഴിയാണ്, കുടുംബത്തിൽ തന്നെ കഴിയാണ്, അല്ലെങ്കിൽ കർമാചരണ മധ്യത്തിൽ തന്നെ കഴിയാണെന്ന് പറഞ്ഞാൽ മതി. ഈ വാക്ക് മാത്രമേ ഉള്ളൂ ഒരു ഈ ലോകസംഗ്രഹാർത്ഥം. അത് കുഴപ്പമില്ല. ലോകസംഗ്രഹ ശിഷ്ടവിഗർഹണ പരിജിഹീർഷയ, ശിഷ്ടജനങ്ങളുടെ ശ്രേഷ്ഠന്മാരുടെ വിഗർഹണം, നിന്ദാവാക്യങ്ങളെ പരിജിഹീർഷ ഒഴിവാക്കണമെന്നുള്ള ഇച്ഛ കൊണ്ട്. ആയിക്കോട്ടെ, വിഗർഹണ, നിന്ദ. അപ്പോൾ അതിനെ അങ്ങനെയൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ സന്യസിക്കാതെ കണ്ട് കഴിയുകയാണ്. പൂർവവത് കർമ്മണി അഭിപ്രവൃത്ത, പൂർവവത് നേരത്തെ പോലെ കർമ്മത്തിൽ തന്നെ വ്യാപരിച്ച് കഴിയാണ് അയാൾ. അയാൾ പൂജ തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ പാഠം തന്നെ ചെയ്യുന്നു, പൂജ തന്നെ ചെയ്യുന്നു, ഹോമം തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ കൃഷി തന്നെ ചെയ്യുന്നു, കച്ചവടം തന്നെ ചെയ്യുന്നു. എന്താണോ അത്. സംഘം വിട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയരുത്. സംഘം വിട്ട് പോവാത്ത ആളെ കുറിച്ച് അല്ല, അത് വേറെ പ്രകൃതി ചർച്ച ചെയ്യുന്നുണ്ട്, അത് വേറെ സന്ദർഭം. ഇത് സംഘം വിട്ട ആളാണ്, ഇത് സംഘമൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ പ്രാരബ്ധവശാൽ അയാൾ കർമ്മവ്യാപാരത്തിൽ തന്നെ കഴിയുന്നു. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരാൾക്ക് അയാൾ പ്രത്യേകിച്ച് കർമ്മത്തിലൂടെ ഒന്നും ലക്ഷ്യമാക്കുന്നില്ല, പക്ഷേ സാധകന്മാരെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പൂജ ചെയ്യുന്നു. അങ്ങനെ പൂർവവത് കർമ്മണി അഭിപ്രവൃത്ത, നേരത്തെ പോലെ തന്നെ അഭിപ്രവൃത്തനാണ് എങ്കിൽ തന്നെയും നിഷ്ക്രിയാത്മദർശന സമ്പന്നത്വാത്, നിഷ്ക്രിയമായിരിക്കുന്ന ആത്മദർശന സമ്പന്നനാണെന്നതുകൊണ്ട് നൈവ കിഞ്ചിത് കരോതി സഹ, അവനൊന്നും ചെയ്യുന്നില്ല. അപ്പം അവൻ എന്ത് ചെയ്താലും ഒന്നും ചെയ്യുന്നില്ല. ഈ തലത്തിലാണ് നേരത്തെ പറഞ്ഞത് നിത്യബ്രഹ്മചാരിണേ നമഃ. അതെ അതെ. സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ദോഷം, സമൂഹത്തിന്റെ ദൃഷ്ടി ദോഷമല്ലേ? സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ദോഷമല്ലേ എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ദൃഷ്ടി തന്നെ ദോഷമല്ലേ? എന്താ പറയാ, അങ്ങനെയാണ് ഉണ്ടായത്. സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ദോഷമല്ലേ എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ദൃഷ്ടി തന്നെ ദോഷമാണെന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോ അത് നോക്കണ്ട. അതിപ്പോ വൃക്ഷങ്ങളൊക്കെ പിന്നോട്ട് പോകണുണ്ട് എന്ന് പറഞ്ഞാൽ പോണുണ്ട്. അത് പോണില്ല, തോണിയാണ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ശരി, അത് മനസ്സിലാക്കിയാൽ ശരി, മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ അങ്ങനെ, അത്രയേ ഉള്ളൂ. പുനഃപൂർവോക്ത വിപരീത പ്രാഗേവ കർമാരംഭാത് ബ്രഹ്മണി സർവാന്തരേ പ്രത്യേകാത്മനി നിഷ്ക്രിയേ സഞ്ജാതാത്മദർശന സഹ ദൃഷ്ടാദൃഷ്ടേഷ്ട വിഷയ ആശീർവിവർജിതതയാ ദൃഷ്ടാദൃഷ്ടാർത്ഥേ കർമ്മണി പ്രയോജനമവശ്യൻ സസാധനം കർമ്മസന്യസ്യ ശരീരയാത്രാമാത്രജ്യേഷ്ഠഃ യതിഹി ജ്ഞാനനിഷ്ഠഃ മുച്യതേ ഇത്യേതമർത്ഥം ദർശയിതും ആഹാ യഹ പുനഃ പൂർവോക്ത വിപരീതഃ പ്രാഗേവ കർമാരംഭാത് ബ്രഹ്മണി സർവാന്തരേ പ്രത്യേകാത്മനി നിഷ്ക്രിയേ സഞ്ജാതാത്മദർശനഃ സഹ ദൃഷ്ടാദൃഷ്ടേഷ്ട വിവർജിതതയാ ദൃഷ്ടാദൃഷ്ടാർത്ഥേ കർമ്മണി പ്രയോജനം അപശ്യൻ സസാധനം കർമ്മ സന്യസ്യ ശരീരയാത്രാമാത്രജ്യേഷ്ഠഃ യതിഹി ജ്ഞാനനിഷ്ഠഃ മുച്യത്തെ ഇത്യേതമർത്ഥം ദർശയിതും ആഹ
ഇനി നേരത്തെ പറഞ്ഞതിൽ വിപരീതനായവൻ. നേരത്തെ പറഞ്ഞതാരെയാ? നിത്യതൃപ്തനാണ്, നിരാശ്രയനാണ്, കർമ്മഫലാസംഗമില്ല. ഇതൊക്കെയാണെങ്കിലും പ്രാരബ്ധവശാൽ സന്യസിക്കാതെ കർമ്മത്തിൽ തന്നെ പ്രവൃത്തനായ ആളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നിന്ന് വിപരീതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, സന്യസിക്കുകയും ചെയ്തു, കർമ്മങ്ങളെ ഉപേക്ഷിച്ചു, സന്യസിച്ചു, അങ്ങനെയുള്ള ആൾ. അതാണ് പൂർവോക്ത വിപരീത. പ്രാഗേവ കർമാരംഭാത്, കർമാരംഭത്തിന് മുമ്പ് തന്നെ സന്യസിച്ചു, വിവാഹ സംസ്കാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സന്യസിച്ചു. ഈ കർമാരംഭം എന്ന് പറഞ്ഞാൽ വിവാഹം സദ്ധർമാചരണത്തിനുള്ളതാണ്. അങ്ങനെയാണ് സഹധർമ്മിണി ആകുന്നത്. ധർമ്മം ധർമ്മം ഒന്നിച്ച് ചരിക്കാനാണ് വിവാഹം. അതാണ് കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? സന്യസിച്ചു. സർവാന്തരേ പ്രത്യേകാത്മനി നിഷ്ക്രിയേ സഞ്ജാതാത്മപ്രദർശന. സർവാന്തരമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, പ്രത്യേകാത്മാവിൽ നിഷ്ക്രിയമായതിൽ ആത്മദർശനമുറച്ചു. ഇത് തന്നെയാണ് ഞാൻ എന്നുള്ള ബുദ്ധി ഉറച്ചു. അങ്ങനെ താൻ പൂർണ്ണനാണെന്ന ബുദ്ധി ഉറച്ചാൽ പിന്നെ അയാൾ അപൂർണതാ നിവാരണത്തിന് പിന്നെ ഓടി നടക്കുമോ? നമ്മൾ ഈ ഓടി നടക്കുന്നത് മുഴുവൻ അപൂർണതാ നിവാരണത്തിനല്ലേ? അതെ, 3 നിലയ്ക്കാണ്. 1 സത്ത് കൊണ്ട് ഞാൻ പൂർണ്ണനല്ല, 2 ചിത്ത് കൊണ്ട് പൂർണ്ണനല്ല, 3 ആനന്ദം കൊണ്ട് പൂർണ്ണനല്ല. സത്ത്, ചിത്ത്, ആനന്ദം. അപ്പോൾ സദ്ഭാവം പൂർണ്ണമായി പ്രകാശിക്കാതിരിക്കുമ്പോൾ, ചിത്ഭാവം പൂർണ്ണമായി പ്രകാശിക്കാതിരിക്കുമ്പോൾ, ആനന്ദഭാവം പൂർണ്ണമായി പ്രകാശിക്കാതിരിക്കുമ്പോൾ ഈ 3ഉം നേടാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. ഡോക്ടറെ അടുത്ത് പോകുന്നു, കീറി മുറിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, പഥ്യം പാലിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്തിനാ? എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഉണ്ടാവണം എന്നാണ്. സദ്ഭാവം പൂർണ്ണാവണം. ആശ്രമങ്ങളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, തപസ് ചെയ്യുന്നു. എന്തിനാ? അറിവ് പൂർണ്ണാവണം. അറിവ് കൊണ്ട് ഞാൻ പൂർണ്ണമല്ല. ആരാധനാലയത്തിൽ പോകുന്നു, കള്ളു കുടിക്കാൻ പോകുന്നു, എന്താ പറയേണ്ടത്, എല്ലാ തരം പരിപാടിക്കും പോകുന്നു. എന്തിനാണ്? ആനന്ദം കൊണ്ട് ഞാൻ പൂർണ്ണനല്ല. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാവിധമായ പ്രവൃത്തികളും, അത് ധർമ്മം എന്നോ അധർമ്മം എന്നോ ലോകം പറയട്ടെ, എല്ലാം ഈ പറഞ്ഞ അപൂർണതാഭ്രമത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അവിദ്യ കാമത്തെ ഉണ്ടാക്കുന്നു, കാമം കർമ്മത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഈ 3 ചൂടി കൊണ്ടാണ് സംസാരത്തിൽ നമ്മളെ കെട്ടിയിരിക്കുന്ന കയറുണ്ടാക്കിയിരിക്കുന്നത്. അവിദ്യ, കാമകർമ്മങ്ങൾ 3 ചൂടി കൊണ്ടാണ് ഒരു കയറുണ്ടാക്കുക, അല്ലേ? 3 കയറ് കൊണ്ടാണ് ഒരു വലിയ കമ്പക്കയറുണ്ടാക്കുക, വടം. 3 3 ഇഴ പിരിക്കണം. അപ്പോൾ സഞ്ജാത ആത്മപ്രത്യയ, ആത്മപ്രത്യയനായി കഴിഞ്ഞാൽ അപൂർണതാ ഭ്രമമില്ല. അപൂർണതാ നിവാരണത്തിന് വേണ്ടിയുള്ള പണിയുണ്ടോ? ഇല്ല. അപ്പോൾ പണിയെടുക്കണില്ല വെച്ചാലോ ഇരിക്കുന്നിടത്ത് ഇരിക്കണോ? അപ്പോൾ നീ എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ കാരണം? ഒന്നും ചെയ്യാണ്ടിരിക്കാൻ കാരണം ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാനല്ലേ കാരണം? ശരി, നീ എന്താ മിണ്ടാണ്ടിരിക്കണം? എന്താ കാരണം? മിണ്ടാണ്ടിരിക്കാൻ എന്ത് കാരണം? മിണ്ടാനല്ലേ കാരണം, അല്ലേ? ആലോചിച്ച് നോക്കും. അല്ല, ശരിയല്ല? എന്തൊരു കഷ്ടം അത്. എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ എന്താ കാരണം? മിണ്ടാനല്ലേ കാരണം വേണ്ടത്, മിണ്ടാതിരിക്കാൻ കാരണം വേണോ? ശ്രദ്ധിക്കുക. അപ്പോൾ ഇയാൾ കർമാരംഭത്തിന് മുമ്പ് തന്നെ സർവാന്തരമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, പ്രത്യേകാത്മാവിൽ സഞ്ജാത ആത്മദർശനായിട്ട് ദൃഷ്ടാദൃഷ്ട ഇഷ്ടവിഷയങ്ങളിലുള്ള എല്ലാ ആശിസ്സുകളും ആഗ്രഹങ്ങളും ഒഴിവായതുകൊണ്ട്, അതാണ് ദൃഷ്ടാദൃഷ്ടേഷ്ട വിഷയ ആശീർ വിവർജിതതയ. ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ ഇഷ്ടവിഷയങ്ങളിലുള്ള ആശിസ്സുകൾ വിവർജിക്കപ്പെട്ടതിനാൽ ദൃഷ്ടാദൃഷ്ടാർത്ഥമായിരിക്കുന്ന കർമ്മത്തിൽ പ്രയോജനം കാണുന്നില്ല. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടേ. എന്തിനാ? നീ അത് കല്യാണം കഴിക്കുക, എന്തിനാണ്? അല്ലെങ്കിൽ വേണ്ട, നീ ഈ യാഗം കഴിക്കുക, നീ ഈ ഹോമം കഴിക്കുക, എന്തിനാണ്? പോട്ടെ, അതൊന്നും കഴിക്കില്ലേ. നീ നാമം ജപിക്കിരുന്നിട്ട് എന്തിന്?
എന്നാ പോട്ടെ, സന്ധ്യാവന്ദനെങ്കിലും ചെയ്യ്. എന്തിനാണ്? പ്രയോജനം പറഞ്ഞുതരും. ആത്മനിഷ്ഠനായിരിക്കുക. ഒരു കമ്മു എന്നിട്ട് ആളുണ്ടായിരുന്നു. കമ്മു എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നാട്ടുകാരെയുള്ള ചിന്ത കമ്മു എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഇരിക്കും, രാവിലെ തൊട്ടൊരു പാറയുടെ മുകളിൽ അങ്ങനെ ഇരിക്കും. ഒരു പുഴ ഉണ്ട്, ആ പുഴ എന്ന് പറയുന്നത് അരുവിയാണ്. അരുവിയുടെ നടുക്കൊരു വലിയ കല്ലുണ്ട്, രണ്ട് ഭാഗത്തു കൂടി വെള്ളം അങ്ങനെ ഒഴുകും. ഇവിടെ അങ്ങനെ ഇരിക്കുക. ആൾ രാവിലെ പോയിട്ട് അങ്ങനെ ഇരിക്കും. ആരെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്താൽ പോയി കഴിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പോയി ഇരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, കമ്മോ നീ എന്താ അപ്പം അങ്ങനെ അത്രയ്ക്ക് ചിന്തിച്ചിരിക്കണം? അല്ല, എന്താ ചിന്തിക്കാന്ന് ചിന്തിച്ചിരിക്കുക. എന്താ ഇപ്പം ചിന്തിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് അത് കിട്ടില്ല. അത് ഞാൻ ചിന്തിച്ചിരിക്കുകയെന്നാണ്. അതാണ് സന്യാസിയാണ്. അതാണ് ചിന്ത കമ്മുവിൻ്റെ ചിന്ത. മനസ്സിലായില്ല? നമ്മളെന്താ പറയണത്? അയാൾ ചിന്തിച്ചിരിക്കുകയാണ്. അയാൾ എന്താ ചിന്തിക്കണത്? എന്താ ചിന്തിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടില്ല. എന്താ ചിന്തിക്കാനുള്ളത് പൂർണ്ണമായിരിക്കുന്ന ഭാവത്തിൽ? അതാണ് ചിന്തക്കമ്മുവാക്ക. ശരി. അപ്പോൾ എല്ലാം അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് സസാധനം കർമ്മസന്യസ്യ, സസാധനം കർമ്മസന്യസ്യു, എല്ലാ കർമ്മങ്ങളും ഒന്നുമില്ല, ഒക്കെ അപ്രസക്തമായി തീർന്നു. അയാൾക്ക് ഒന്നുമില്ല. ഉത്രേഷണ വിത്തേഷണ ലോകേഷണ ഒന്നുമില്ല. നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങളൊന്നുമില്ല. ലൗകികമുണ്ടോ? ലൗകികവും ഇല്ല. വൈദികമുണ്ടോ? വൈദികവും ഇല്ല. ഒരു കർമ്മവും ഇല്ല. ആനന്ദം. അങ്ങനെ ഇരിക്കുക. ശരീരയാത്ര മാത്ര ജ്യേഷ്ഠ, ഈ ശരീരയാത്രയ്ക്ക് വേണ്ടിയുള്ള ജ്യേഷ്ഠ മാത്രം ചെയ്യും. ആരെങ്കിലും ഭക്ഷണം കണ്ട് കൊണ്ടു തന്നാൽ അത് വാങ്ങിക്കഴിച്ചു. അത് ഇന്നതൊന്നുമില്ല. അപ്പോൾ ലോകർ പറയും, ഞാൻ ഇന്നലെ കൊണ്ടുകൊടുത്തത് എന്താണ്, അയലയാണ്, അത് സ്വാമി വാങ്ങിക്കഴിച്ചു, അതുകൊണ്ട് നാളെ ഞാൻ അയല തന്നെ കൊണ്ടുകൊടുക്കാം. അപ്പോൾ എന്തായി? പിന്നെ അയല സ്വാമിയായി മുഴുവൻ ആൾക്കാരായി. അപ്പോൾ മറ്റേ അച്ചാറ് സ്വാമി അല്ലേ? അച്ചാർ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുകൊടുത്തു. തീപ്പെട്ടിക്കൊള്ളി കഴിച്ചു. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി സ്വാമി. തീപ്പെട്ടിക്കൊള്ളി അങ്ങനെ കഴിക്കുക. അതാ കൊണ്ടുകൊടുക്കണത്. അയാൾ ചോദിച്ചു ആരോടെങ്കിലും. അപ്പോൾ അത് ഒരാൾ കൊണ്ടുകൊടുത്ത് കഴിച്ചപ്പോൾ മറ്റേ ആൾ വിചാരിച്ചു ഇയാൾക്ക് തീപ്പെട്ടിക്കൊള്ളിയാണ് ഇഷ്ടം. ഇതൊന്നും കഥ പറയല്ല, ഇതൊക്കെ ഈ ഭാഗത്തുണ്ടായ മഹാത്മാക്കളാ. അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി സ്വാമി പേര് വന്നു. മറ്റേ ആൾക്ക് അച്ചാറ് സ്വാമി പേര് വന്നു. അയാൾ പേര് പറഞ്ഞിട്ടുണ്ടോ? അയാൾ ആനന്ദമായിട്ടിരിക്കുകയാണ്. എന്തൊരു പ്രകാശമായ മുഖമാണ്. തീപ്പെട്ടിക്കൊള്ളി സ്വാമി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടില്ല. ഇവിടെ അടുത്താണ് ഇവിടെ അടുത്താണ് ഇവരൊക്കെ ഉണ്ടായത്. ഈ ഒരു ബെൽറ്റിൽ ഒരുപാട് അവധൂതന്മാർ വന്നിരിക്കുന്ന ഒരു ബെൽറ്റ് അവിടെ. ഈ കൊയിലാണ്ടി അങ്ങോട്ട് ഏകദേശം കണ്ണൂർ വരെയുള്ള ഭാഗം ഒരുപാട് മഹാപുരുഷന്മാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുണ്ട് കുറേ മഹാത്മാക്കളുടെ അങ്ങനത്തെ അവധൂതന്മാരിരിക്കുന്ന സ്ഥലം. അപ്പോൾ ആൾക്ക് പേരും വന്നു. ആരും അച്ചാർ കൊണ്ടുകൊടുത്തപ്പോൾ അച്ചാർ സുഖമായി കഴിച്ചു. അപ്പോൾ ജനങ്ങൾ എന്ത് ചോദിച്ചു? ഇയാൾക്ക് അച്ചാർ ഇഷ്ടമാക്കി ചോദിച്ചു. പിന്നെ അച്ചാറോട് അച്ചാർ, ആൾ മുഴുവൻ 100 കണക്കിന് അച്ചാറിൻ്റെ കുപ്പീനെ നടുക്കുന്നതായിരിക്കും. എന്തൊരു പ്രകാശമുള്ള മുഖം എന്നറിയാം. വലിയ പ്രകാശമായിരുന്നു. പുളി എന്ന് പറഞ്ഞതില്ല, വല്യപ്പ് എന്ന് പറഞ്ഞതില്ല, പിന്നെന്താണ് ശൗചം എന്ന് പറഞ്ഞതില്ല, ഒന്നുമില്ല. എന്തെങ്കിലും വൃത്തികേടുണ്ടോ? ഒന്നും. നല്ല പ്രകാശപൂർണ്ണമായിട്ട്. ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ അട്ടി ഓടിക്കും, ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ പുഞ്ചിരിക്കും. ഇത്രയൊക്കെയാണ്. ശരി. ശരീരയാത്രാമാത്ര ചേഷ്ട യതി ജ്ഞാനനിഷ്ഠ, അങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠൻ മുച്യതേ ഇത്യതമർത്ഥം ദർശയിതും, അയാൾ മുക്തനാകുന്നു എന്ന അർത്ഥത്തെ കാണിക്കുന്നതിനായിക്കൊണ്ട് പറയുന്നു. എന്താ പറയണത്? നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ
കുർവന്നാപ്നോതി കിൽബിഷം നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീഹി, നിരാശിയായിട്ടുള്ള ആള്. ആശിസ്സുകളെല്ലാം ആഗ്രഹങ്ങളെല്ലാം പോയി മറഞ്ഞ ആള്. ഒരാശിസ്സുമില്ല, ഒരാഗ്രഹവുമില്ല. യാതൊരാശിസ്സുമില്ല. ബാക്കിയുള്ളവർക്ക് ആശിസ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചാലോ അതും വലിയ പ്രശ്നമാണ്. ഒരു വടകര തലശ്ശേരി ഭാഗത്ത് സൂര്യനാരായണ സ്വാമി ഉണ്ടായിരുന്നു. സൂര്യനാരായണ സ്വാമി ആരെങ്കിലും എന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞോ? എന്നെ പല്ലേപ്പിക്കണം എന്ന് പറഞ്ഞോ? ഒന്നുമില്ല. അദ്ദേഹം കൃതാർത്ഥനായി നടക്കുക. അപ്പോൾ ചില വീട്ടുകാർക്ക് ഒന്ന് കുളിപ്പിക്കണം എന്നൊരു തോന്നൽ കയറും. അപ്പോൾ അവിടെ ഒരു അമ്മ ഉണ്ട്, നമുക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. അമ്മ പോയി. അപ്പോൾ അവർ വലിയ കുട്ടകത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് സൂര്യനാരായണ സ്വാമിനെ കുളിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ സമ്മതിക്കില്ല. 2, 3 കുട്ടകം വെള്ളം കുട്ടകം എത്ര ഉണ്ടാവും? 10-50 ബക്കറ്റ് വെള്ളം ഉണ്ടാവും ഒന്നിൽ. ഇത് മുഴുവൻ ഒഴിച്ചാലും എണീച്ചു പോകില്ല. അതെന്നെ ആര് പറഞ്ഞു കുളിപ്പിക്കാൻ ആഗ്രഹത്തിൽ കുളിപ്പിച്ചുകൊണ്ടിരുന്നോ? എന്താ ചെയ്യാ? അവിടെ സ്ഥിരമായി പോകുന്ന ചങ്ങാതിയുണ്ട്, നമ്മൾ ഈ അച്ചാർ സ്വാമീൻ്റെ അടുത്ത്. അപ്പോൾ അയാൾക്കൊരാഗ്രഹം, ഈ അച്ചാർ സ്വാമി, ഇയാൾ മോട്ടോർ സൈക്കിൾ വാങ്ങി പുതുതായിട്ട്. മോട്ടോർ സൈക്കിൾ വാങ്ങിയപ്പോൾ ഒരാഗ്രഹം, എന്താ മോട്ടോർ സൈക്കിളൊന്ന് കൊണ്ടുപോകണമെന്ന്. അച്ചാർ സ്വാമി പറഞ്ഞോ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകണമെന്ന്? എന്നാ നീ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോ? ഇല്ല, ഒന്ന് സ്വാമി എൻ്റെ പുതിയ മോട്ടോർ സൈക്കിൾ ഒന്ന് കയറി അനുഗ്രഹിക്കണം. ബാക്കിൽ വന്നാടിയിരുന്നു. വിടാൻ പറഞ്ഞു, വിട്ടു. നേരെ തമാശയല്ലത്, ചെങ്ങോട്ടുകാവുന്ന നേരെ കൊയിലാണ്ടി വഴി നമ്മളെ പയ്യോളി അടുത്ത് വരെ പോയി. അവിടുന്ന് തിരിച്ച് കൈകൊണ്ട് കാണിച്ചു. ഇവിടെ വന്നു നിർത്തി. സ്വാമിയെ ഇറക്കിയിട്ട് വേണം വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഇറങ്ങണ്ടേ, വിടാൻ പറഞ്ഞു. വിട്ടു. അപ്പുറത്ത് പോയി. അവിടെ എത്തിയപ്പോൾ തിരിച്ചു വിടാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പെട്രോൾ തീരണ വരെ മോട്ടോർ സൈക്കിൾ. ഇത് പേടിയുണ്ടേ. കാര്യം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, കാല് തൂക്കിയിട്ടല്ല. മനസ്സിലായില്ല? എന്തിനാ ഈ പണിക്ക് പോണത്? അവർ കൃതാർത്ഥന്മാരായിട്ട് ലോകബാഹ്യന്മാരുടെ എവിടെങ്കിലും ഇരിക്കട്ടെ. അവർ പോയി കുളിപ്പിക്കണം, അവർ പോയി മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചാൽ എന്താ ചെയ്യുക? അവർ ലോകബാഹ്യന്മാരാണ്. ഒരാശിസ്സും ഇല്ല, യാതൊരാശിസ്സും ഇല്ല. നിർഗതാശിഷ യസ്മാസ നിരാശീഹി യഥചിത്താത്മാ ചിത്തം അന്ധകരണം ആത്മാ ബാഹ്യ കാര്യകരണ സംഘാത തൗ ഉഭൗ അപി യതൗ സംയതൗ ഏന യഥചിത്താത്മാ. അന്ധകരണത്തെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിച്ചവൻ, ഒരേപോലെ എല്ലാം തനിക്ക് വശകമായിരിക്കുക. അങ്ങനെയുള്ള ആള് ത്യക്ത സർവപരിഗ്രഹ, ത്യക്ത സർവപരിഗ്രഹ ഏന, എല്ലാ പരിഗ്രഹവും ത്യജിക്കപ്പെട്ട ആൾ. ഒരു പരിഗ്രഹവും ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരിഗ്രഹണാദി എൻ്റെതെന്നും പറഞ്ഞിട്ട് ഗ്രഹിക്കുന്നതാണ് പരിഗ്രഹം. ഒന്നുമില്ല. അപ്പം അയാളെ ചുറ്റും എന്തെങ്കിലും വെച്ചു വെച്ചാലോ അയാളെ നടുക്കിയിരിക്കുന്നു. വേറെ എടുത്തുകൊണ്ടുപോയാലോ അത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടി ഗർഭിണിയായി, വിവാഹമൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നാട്ടിൽ സഭ കൂടി ആരാണ് നിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി? അത് സ്വാമിയാണ്. അപ്പം നാട്ടുസഭ എല്ലാവരും ചെന്ന് സ്വാമിയുടെ അടുത്ത് ചെന്നു. സ്വാമി, ഇവൾ ഗർഭിണിയാണ്, ഇവൾ പ്രസവിച്ച കുട്ടിയാണിത്. ഈ കുട്ടി നിങ്ങളുടെ കുട്ടിയാണ്. ഓ അതെയോ, ശരി വെച്ചോളൂ. പിന്നെ സ്വാമി സുഖമായിട്ട് ലാളിച്ച് പരിപാലിച്ച് കുട്ടിക്ക് എന്തൊക്കെയാണോ അത് മുഴുവൻ കൊടുത്ത് അങ്ങനെ താലോലിച്ച് എൻ്റെ കുഞ്ഞേന്ന് പറഞ്ഞിട്ട് താലോലിക്കുകയാണ്. കാലം കഴിഞ്ഞു, ഇവൾക്ക് ഇങ്ങനെ കുറ്റബോധം നേറുകയാണ്. കൊല്ലം കഴിഞ്ഞു, 2, 3, 4, 5, 6, 9 വർഷം കഴിഞ്ഞു.
സ്വാമി കുഞ്ഞിനെ ലാളിക്കണ കണ്ടു കഴിഞ്ഞാൽ ഇജ്ജാതി ഒരു അച്ഛനുണ്ടാവും. എത്ര സ്നേഹമാണ്. ഇവൾക്കാച്ച കുറ്റബോധം നീറി ഒരു രക്ഷയില്ല. അവസാനമൊക്കെ ഭ്രാന്തിൻ്റെ അടുത്തെത്തി. അവസാനം അവൾ സഭ വിളിച്ചു കൂട്ടി, പഞ്ചായത്ത് വിളിച്ചു കൂട്ടി. പഞ്ചായത്ത് പറഞ്ഞു, ഞാൻ ഒരു മഹാപാപം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇവിടെ മത്സ്യം കൊണ്ടുവരുന്ന ആളാണ് എനിക്ക് ഗർഭത്തിന് എൻ്റെ കാരണം ഉണ്ടായത്. സ്വാമി അറിഞ്ഞിട്ടും കൂടിയില്ല. അപ്പം നീ എന്തിനത് പറഞ്ഞത്? അന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഞാൻ, അതല്ലാതെ സ്വാമിക്ക് എന്നെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നാട്ടുകാരെല്ലാം കൂടി പോയി സ്വാമിയുടെ കാൽക്കൽ വീണു. സ്വാമി, ഇത് അങ്ങയുടെ കുട്ടിയല്ല, അത് എന്നാണ്. പോയിക്കോട്ടെ, കൊണ്ടുപോയിക്കോളൂ. അത്രയും. അല്ലാണ്ടെന്താ? നോക്കും ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് നോക്കുന്നു. പോണ്ടപ്പോൾ സന്തോഷം പോട്ടോളൂ. ആയാതം അപേക്ഷണീയം, ഗതം സർവം ഉപേക്ഷണീയം. ഇത് സെൻ ബുദ്ധിസ്റ്റ് ഗുരുക്കന്മാരുടെ ഇടയ്ക്ക് പ്രസിദ്ധമായ കഥയാണ്. കഥയല്ല, സംഭവമാണ്. ജപ്പാനിലെ ഒരു സെൻ ബുദ്ധിസ്റ്റ് ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ളതാണ് ഈ പറഞ്ഞത്, കഥയല്ല. ചിന്തിക്കുക. അപ്പോൾ ഒരു അനുഗ്രഹവും ഇല്ല, ഒന്നിനോട് ഹോട്ടലില്ല. വന്നു ചേർന്നു, സന്തോഷം, ഇരുന്നോളൂ. പോവുകയാണ്, സന്തോഷം, പോയിക്കോളൂ, ഇത്രയേ ഉള്ളൂ. തെക്ത സർവപരിഗ്രഹ. അങ്ങനെയുള്ള ആള് ശാരീരം കേവലം കർമ്മ, ശരീരസ്ഥിതി മാത്ര പ്രയോജനം കേവലം. അവിടെ എന്തിനാ കേവലം? ശാരീരം കർമ്മ എന്ന് പറഞ്ഞാൽ പോരെ, ശാരീരം കേവലം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് ഭാഷ്യകാരൻ പറയുന്നത് തത്രാപി അഭിമാനവർജിതം. അത് കാണിക്കാനാ കേവലം എന്ന് പറഞ്ഞത്. ശരീരസ്ഥിതിക്ക് ഹേതുവാകുന്ന കർമ്മത്തെ ചെയ്യുമ്പോൾ തന്നെയും അവിടെയും യാതൊരു അഭിമാനവും ഇല്ല. അപ്പോൾ ഒരാൾക്ക് സംശയം വരാം, ശരീരസ്ഥിതിക്ക് ചെയ്യുന്ന കർമ്മത്തിൽ അഭിമാനം വരാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ട്. ഭിക്ഷ എടുക്കുന്ന ആൾക്ക് ആ ഭിക്ഷയിലും അഭിമാനം തോന്നാൻ വകുപ്പുണ്ട്. അതിൽ അഭിമാനം വരാനുള്ള സാധ്യതയുണ്ട്. ദുരഭിമാനം ഇല്ലാതാക്കാൻ എന്തുപാധിയെ സ്വീകരിച്ചോ ആ ഉപാധിയിൽ അഭിമാനം തോന്നാൻ സാധ്യതയുണ്ട്. മനസ്സല്ലേ? അതുകൊണ്ടാണ് കേവലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഭിമാനവർജിതം കർമ്മ കുർവൻ. ഈ പുസ്തകം ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിമാനവർദ്ധിതം എന്ന് അടിച്ചിട്ടുണ്ട്, വർജിതം എന്നാക്കണം. അഭിമാനവർദ്ധിതമല്ല, അഭിമാന വർജിതമാണ്. കർമ്മ കുർവൻ നാപ്നോതി ന പ്രാപ്നോതി കിൽബിഷം. പാപത്തെ പ്രാപിക്കുന്നില്ല. അനിഷ്ടരൂപം പാപം ധർമ്മം. പാപവും ഇല്ല, പുണ്യവും ഇല്ല അയാൾക്ക്. അധർമ്മവും ഇല്ല, ധർമ്മവും ഇല്ല. രണ്ടിനുപരിയാണ്. നൈവധർമ്മി നചാധർമ്മി നചൈവ ഹി ശുഭാശുഭി. ധർമ്മിയല്ല, അധർമ്മിയല്ല. ശുഭിയാണോ? അല്ല. അശുഭിയാണോ? അതുമല്ല. യസ്യാദേകാസനേ ലീനഃ. ഏകാസനത്തിൽ ലീനനായിരിക്കുക. ഏതാ ഏകാസനം? ആത്മസ്വരൂപാണ്, അല്ലാണ്ട് പുറമേയുള്ള ആസനമല്ല. താനാകുന്ന ആസനത്തിൽ സ്വസ്ഥനായിരിക്കുക. അയാൾക്ക് ശുഭവും ഇല്ല, അശുഭവും ഇല്ല, പുണ്യവും ഇല്ല, പാപവും ഇല്ല, ധർമ്മവും ഇല്ല, അധർമ്മവും ഇല്ല. ധർമ്മഹാപി മുമുക്ഷോഹോ കിൽബിഷമേവ ബന്ധാപാതകത്വാത്. ധർമ്മവും മുമുക്ഷുവിന് ബന്ധകാരിയാണ്. അധർമ്മം പാപത്തിലൂടെ ദുഃഖത്തെ തരും, ധർമ്മമോ പുണ്യത്തിലൂടെ സുഖത്തെ തരും. ഏതാ നമ്മളെ കൂടുതൽ ബന്ധിക്കുക? സുഖമാണ് നമ്മളെ കൂടുതൽ കെട്ടിയിടുക. കാരണം ദുഃഖം വിട്ടുപോകാൻ എല്ലാവരും ആഗ്രഹിക്കും, സുഖം വിട്ടുപോകാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം നമ്മളെ കൂടുതൽ ബന്ധിക്കുക സ്വർണത്തിൻ്റെ ചങ്ങലയാണ്, ഇരുമ്പ് ചങ്ങലയേക്കാൾ നമ്മളെ ബന്ധിക്കുക ഇല്ലേ? അപ്പോഴാണ് ഇവിടെ സുഖമാണ് എന്നുള്ളത് വരുന്നത്. വിട്ടുപോകാൻ തോന്നില്ല. അപ്പം ധർമ്മം സുഖസംഗേന ബധ്നാതി, ജ്ഞാനസംഗേന ജാനഘ. സുഖസംഗം, ജ്ഞാനസംഗം ഇതൊക്കെ വരും. അങ്ങനെ കൂടുതൽ ബന്ധിക്കപ്പെടും. അതുകൊണ്ട് മുമുക്ഷുവെ സംബന്ധിച്ച് ധർമ്മവും അധർമ്മവും ഒരുപോലെ ബന്ധകാരിയാണ്. ഇത് രണ്ടും അയാൾക്കില്ല. കിഞ്ച ശാരീരം കേവലം കർമ്മ ഇത്യത്ര കിം ശരീരനിർവർത്തിയം ശാരീരം കർമ്മ അഭിപ്രേതം ആഹോസ്വിത് ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശാരീരം കർമ്മ ഇതി. അവിടെ ചർച്ച വരുന്നുണ്ട്. നോക്കൂ, ഈ ഭാഗം വായിച്ചിട്ടില്ല നമ്മൾ. നിരാശീഹി നിർഗതാഹ ആശിഷഃ യസ്മാത്
स निराशी यत चित्तात्मा चित्तम अंतःकरणम आत्मा बाह्यः कार्यकरणसंघातः तौ उभौ अपि यतौ संयतौ येन सह यत चित्तात्मा त्यक्त सर्वपरिग्रहः त्यक्तः सर्वः परिग्रहः येन सह त्यक्त सर्वपरिग्रहः शारीरं शरीरस्तुतिमात्र प्रयोजनं केवलं तत्रापि अभिमानवर्जितं कर्म कुर्वन् न आप्नोति न प्राप्नोति किल्बिषम् अनिष्टरूपं पापं धर्मं च धर्मः अपि मुमुक्षोः किल्बिषम् एव बन्धापादकत्वात् किञ्च शारीरं केवलं कर्म इत्यत्र किं शरीरनिर्वर्त्यं शारीरं कर्म अभिप्रेतम् आहोस्वित् शरीरस्तुतिमात्रप्रयोजनं शारीरं कर्म इति किञ्चातः यदि शरीरनिर्वर्त्यं शारीरं कर्म यदि वा शरीरस्तुतिमात्रप्रयोजनं शारीरम् इति उच्यते यदा शरीरनिर्वर्त्यं कर्म शारीरम् अभिप्रेतं स्यात् तदा दृष्टादृष्टप्रयोजनं कर्म प्रतिषिद्धम् अपि शरीरेण कुर्वन् न आप्नोति किल्बिषम् इति ब्रुवतः विरुद्धाभिधानं प्रसज्येत शास्त्रीयं च कर्म दृष्टादृष्टप्रयोजनं शरीरेण कुर्वन् न आप्नोति किल्बिषम् इति अपि ब्रुवतः अप्राप्तप्रतिषेधप्रसङ्गः शारीरं कर्म कुर्वन् इति विशेषणात् केवलशब्दप्रयोगादि च वाङ्मनसनिर्वर्त्यं कर्म विधिप्रतिषेधविषयं धर्माधर्मशब्दवाच्यं कुर्वन् प्राप्नोति किल्बिषम् इति उक्तं स्यात् तत्र अपि वाङ्मनसाभ्यां विहितानुष्ठानपक्षे किल्बिषप्राप्तिवचनं विरुद्धम् आपद्येत प्रतिषिद्धसेवापक्षे अपि भूतार्थानुवादमात्रम् अनर्थकं स्यात् यदा तु शरीरस्थितिमात्रप्रयोजनं शारीरं कर्म अभिप्रेतं भवेत् तदा दृष्टादृष्टप्रयोजनं कर्म विधिप्रतिषेधगम्यं शरीरवाङ्मनसनिर्वर्त्यम् अन्यद् अकुर्वन् तैः एव शरीरादिभिः शरीरस्थितिमात्रप्रयोजनं केवलशब्दप्रयोगात् अहं करोमि इति अभिमानवर्जितः शरीरादिचेष्टामात्रं लोकदृष्ट्या कुर्वन् न आप्नोति किल्बिषम् एवं भूतस्य पापशब्दवाच्यकिल्बिषप्राप्ति असम्भवात् किल्बिषं संसारं न आप्नोति ज्ञानाग्निदग्धसर्वकर्मत्वात् अप्रतिबन्धेन
മുച്യതേ ഏവ ഇതി പൂർവോക്ത സമ്യക് ദർശന ഫലാനുവാദഃ ഏവ ഏഷഃ. ഏവം ശാരീരം കേവലം കർമ്മ ഇത്യസ്യ അർത്ഥപരിഗ്രഹേ നിരവധ്യം ഭവതി. ഇപ്പോൾ പറയുകയാണ്, ഈ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ശാരീരമായിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നവൻ പാപത്തെ നേടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഈ ശാരീരം കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മം എന്നാണോ, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം എന്നാണോ? ഇതാണ് ചോദ്യം. അതാണ് ചോദിക്കുന്നത്. ശരീരനിർവൃത്യം ശാരീരം കർമ്മ, ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മം എന്നാണോ ശാരീരകർമ്മത്തിനർത്ഥം? ആഹോസിത് അതല്ല, ആഹോസിത് അതല്ല. ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശാരീരം കർമ്മ, ശരീരസ്ഥിതിക്ക് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കർമ്മം എന്നാണോ അർത്ഥം? ഏതാണ് ചോദ്യം? രണ്ടും ആവാം അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഭാഷാപരമായി രണ്ടും ആവാം, പക്ഷെ ഇവിടെ എന്താണ്? അപ്പം അവിടെ ചോദ്യം വരികയാണ്, ശിഷ്യൻ ചോദിക്കുകയാണ്, പൂർവപക്ഷിയൊന്നുമല്ല, ശിഷ്യൻ, കൂടെ ഇരിക്കണ ശിഷ്യനായിരിക്കാം, ഒരു സംശയം ചോദിക്കുക, ഇതിപ്പോൾ എന്തിനാ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാക്കുന്നത്? ഇതിപ്പോൾ ഇങ്ങനെ ചർച്ചാ വിഷയമാക്കേണ്ട വിഷയമാണോ ഇപ്പോൾ ഇത്? ശാരീരം എന്ന് പറഞ്ഞാൽ ശരീരസ്ഥിതി മാത്ര പ്രയോജകം എന്നാണോ, ശരീരനിർവൃത്യം എന്നാണോ എന്ന് എന്തിനാ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വെക്കണേ? കിഞ്ചാതഹ, അതുകൊണ്ട് എന്താ കാര്യം? ഈ ചർച്ച കൊണ്ട് എന്താ കാര്യം? യതി ശരീരനിർവൃത്യം ശാരീരം കർമ്മ, ശരീരത്താൽ ചെയ്യപ്പെടുന്നതാണ് ശാരീരം എന്ന് പറഞ്ഞാലും, യതിവ അതല്ല ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശാരീരം ഇതി, ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാണ് ശാരീരം എന്ന് പറഞ്ഞാലും എന്താ ഈ ചർച്ച കൊണ്ടൊരു വിശേഷം ഉണ്ടാവുന്നത്? മനസ്സിലായില്ല? സംശയം പറയാം. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല ഒരു ചർച്ച ചെയ്യണത്, കാരണമുണ്ട്. യഥാ ശരീരനിർവൃത്യം കർമ്മ ശാരീരം അഭിപ്രേതം സ്യാത്, ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നതാണ് ശാരീരം എന്നർത്ഥം പറയുകയാണെങ്കിൽ ദൃഷ്ടാദൃഷ്ട പ്രയോജനമായിരിക്കുന്ന കർമ്മം പ്രതിഷിദ്ധമായത് ശരീരം കൊണ്ട് ചെയ്താലും പാപമില്ല എന്ന് പറയേണ്ടി വരും. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം ശാരീരമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിദ്വാൻ ദൃഷ്ടമോ അദൃഷ്ടമോ ആയ പ്രയോജനത്തിന് വേണ്ടി പ്രതിഷിദ്ധമായത് ചെയ്താലും പാപമില്ല എന്ന് പറയേണ്ടി വരും. അത് ദോഷമല്ലേ അങ്ങനെ പറഞ്ഞാൽ? ഇത് ബ്രുവത വിരുദ്ധാഭിധാനം പ്രസജ്ജിയാൽ അത് ശാസ്ത്രവിരുദ്ധമായി പോകും. ഇയാള് ഈ പറഞ്ഞ ജ്ഞാനമുള്ള ആള് ആരാണ്? നിരാശി, യഥചിത്താത്മാ, ത്യക്തസർവ പരിഗ്രഹ. ആ ലക്ഷണം മാറുന്നില്ല. ആ ലക്ഷണത്തോട് കൂടിയ ആള് ഒരു ദോഷമായിരിക്കുന്ന കർമ്മം ദൃഷ്ടാദൃഷ്ട പ്രയോജനത്തിനായിട്ട് പ്രതിഷിദ്ധമായത് ചെയ്താലും, അത് ശരീരം കൊണ്ടാണല്ലോ ചെയ്യുക, അതെ, ചെയ്താലും പാപമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധാഭിധാനം പ്രസജ്യത, അത് വിരുദ്ധമായി പോകും. ശാസ്ത്രീയം ച കർമ്മ ദൃഷ്ടാദൃഷ്ട പ്രയോജനം ശരീരേണ കുർവൻ നാപ്നോതി കിൽബിഷം ഇതി അഭിബ്രുവതഃ അപ്രാപ്ത പ്രതിഷേധ പ്രസംഗഃ. ഇനി അങ്ങനെയല്ല, ശാസ്ത്രീയമായ കർമ്മം, അയാൾ പാപകർമ്മമൊന്നും ചെയ്യുന്നില്ല, അയാൾ മിടുക്കനാണ്, അതുകൊണ്ട് ശാസ്ത്രീയമായ കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ദൃഷ്ടാദൃഷ്ട പ്രയോജനമായിരിക്കുന്ന കർമ്മങ്ങളെ മുഴുവൻ ശരീരം കൊണ്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്താലും അത് ദോഷമില്ല എന്ന് പറഞ്ഞാൽ അത് അപ്രാപ്ത പ്രതിഷേധമാകും. പ്രാപ്തമായതിനല്ലേ പ്രതിഷേധിക്കണ്ടു, അപ്രാപ്തമായതിനെ പ്രതിഷേധിക്കണോ? ആരെങ്കിലും പറഞ്ഞോ വേറെ വിപരീതം? ശാസ്ത്രീയമായി തന്നെ അയാൾ ചെയ്താൽ പാപം ഉണ്ടാവും ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം അപ്രാപ്തമായതിനെ പ്രതിഷേധിക്കേണ്ടതില്ലല്ലോ. ഒരു ചർച്ചയിൽ പ്രാപ്തമായതിനല്ലേ പ്രതിഷേധിക്കേണ്ടത്, ഒരാൾ പറയാത്തതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ ആവശ്യമില്ല. മറ്റത് തെറ്റുമാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ശരീരനിർവൃത്യം നല്ല അർത്ഥം, പിന്നെ ശരീരസ്ഥിതി മാത്ര പ്രയോജകം എന്നാണ് അർത്ഥം. ശരീരത്തിൻ്റെ നിലനിൽപ്പിനുള്ള കർമ്മം അയാൾ ചെയ്യും.
ഇവിടെ വലിയ പ്രശ്നങ്ങൾ വരുവേ. അപ്പോൾ വിജ്ഞാനികളായ മഹാപുരുഷന്മാർ സന്യാസനിഷ്ഠയിൽ കഴിഞ്ഞവർ തന്നെ ലോകസംഗ്രഹാർത്ഥം പലതും ചെയ്തിട്ടുണ്ടല്ലോ. അവർ കേവലം ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ലല്ലോ ചെയ്തത്. അപ്പോൾ അതൊക്കെ പാപമാണെന്ന് വരുമോ എന്നുള്ള ചോദ്യം അത് പ്രകരണാന്തരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചോദ്യം വരും. ആ ചോദ്യം വന്നാൽ അവിടെ ഈ ശരീരം എന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ വഴിയില്ല. തൻ്റെ ശരീരം മാത്രമാണോ ശരീരം? അല്ല, ആത്മാവ് സർവഭൂതാനി യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ. യാതൊരാളിൽ സർവഭൂതങ്ങളും താൻ തന്നെയായിരിക്കുന്നുവോ എന്നുള്ള നിലയ്ക്ക് പോണ്ടി വരും ചിന്ത. അല്ലാതെ ഒരു ഒറ്റ വ്യാഖ്യാനത്തിന് അതിനെ പൂർത്തിയാക്കാൻ പറ്റില്ല. വ്യക്തമാണല്ലോ? പ്രശ്നമുണ്ട് അവിടെ. ആ പ്രശ്നമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ശാരീരം കർമ്മ കുർവനിധി വിശേഷണം അത് കേവല ശബ്ദ പ്രയോഗാദിച്ച. ശാരീരം കർമ്മ കുർവൻ എന്ന് പറഞ്ഞതുകൊണ്ടും കേവല ശബ്ദം അവിടെ വിശേഷണമായി ചേർത്തതുകൊണ്ടും വാങ്മനസ നിർവർത്തിയം കർമ്മവിധി പ്രതിഷേധ വിഷയം ധർമാധർമ്മ ശബ്ദവാച്യം കുർവൻ പ്രാപ്നോതി കിൽബിഷം ഇതി ഉക്തം സ്യാത്. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വിധിപ്രതിഷേധ വിഷയമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്താൽ അതിന് പാപമുണ്ട് എന്ന് വരുന്നുണ്ട്. ശരീരം മാത്രം കൊണ്ട് ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രമായിട്ട് അയാൾ ചെയ്യുകയാണെങ്കിൽ കേവലം അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമില്ല, ഇതിൻ്റെ ഫലം എനിക്കെന്നുള്ള മമത്വമില്ല. അങ്ങനെ അഭിമാന മമത്വരഹിതമായി കേവല ശരീരസ്ഥിതിക്ക് മാത്രം ചെയ്യുന്ന കർമ്മം അയാളെ ബന്ധിക്കുന്നില്ല എന്നേ ഇവിടെ അർത്ഥം പറയാൻ പാടുള്ളൂ. അല്ലാതെ മാനസികമായോ വാക്കുകൊണ്ടോ ധർമാധർമ്മ ശബ്ദവാച്യമായ കർമ്മത്തെ ചെയ്താൽ നിശ്ചയമായും അതിൻ്റെ സംസ്കാരങ്ങൾ അയാൾക്ക് ഉണ്ടാകും എന്ന് പറയേണ്ടി വരും. അയാൾ ശരീരനിർവർത്തിയമായിട്ട് എന്ത് ചെയ്താലും ഇല്ല എന്നും പറയേണ്ടി വരും. ഇതൊരു പ്രശ്നമുള്ള വിഷയമാണിത്. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ വിജ്ഞാനികളായ മഹാന്മാർ ചെയ്യുന്ന ലോകസംഗ്രഹ പ്രവൃത്തിയെ പരിഗണിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമല്ല. ആ പ്രശ്നത്തെ ഇങ്ങനെ തീർക്കുകയും വേണം. ശരീരം എന്നുള്ളത് എന്താണ് എന്ന് വ്യാഖ്യാനിച്ച് ശരിയാക്കണം. അതെ, പ്രയോജനം ഇച്ഛിച്ചുകൊണ്ട് ചെയ്താൽ അത് ദോഷം ചെയ്യുന്ന തന്നെയാണ്. ഇതിപ്പോ വിജ്ഞാനിയോടല്ലല്ലോ ഇപ്പോൾ ശാസ്ത്രോപദേശം. വിജ്ഞാനിയെ സംബന്ധിച്ച് അജ്ഞാനിയോടാണല്ലോ ശാസ്ത്രോപദേശം. അപ്പോൾ വിജ്ഞാനി ഇങ്ങനെ ചിന്തിക്കുകയോ എന്നുള്ള ചോദ്യമാണ് വരുന്നില്ല. അങ്ങനെ വിജ്ഞാനി അങ്ങനെ ചിന്തിക്കുമെന്ന് നീ ചിന്തിച്ചാൽ എന്നല്ലേ പറയാൻ പറ്റൂ. അതെ, ഉണ്ട്. ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാലോ. ചിന്തിക്കില്ല, എല്ലാ സാധ്യതകളെയും ചർച്ച ചെയ്യല്ലേ. ചിന്തിക്കില്ല എന്നിപ്പോൾ അങ്ങോട്ട് പറയാൻ പറ്റും. മനസ്സല്ലേ. അതെ, ഈ തലത്തിലുള്ള മഹാത്മാവ് ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിച്ചാൽ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നാനാവിധ സാധ്യതകളെ നമ്മളെ മുമ്പിൽ വിശദമായി വെക്കുകയാണ്. കാരണം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് വിജ്ഞാനിയോടല്ല ശാസ്ത്രോപദേശം. ശാസ്ത്രോപദേശം അജ്ഞാനിയുടെ തലത്തിലാണ്. വിജ്ഞാനി ശാസ്ത്രമൊന്നും പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ വിജ്ഞാനിയെ സംബന്ധിക്കുന്ന തലം അജ്ഞാനിയുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അത്രേ പറയാൻ പറ്റൂ. അതെങ്ങനെയാത് ഈ സാഹചര്യം വിജ്ഞാനിക്ക് എന്ന് പറഞ്ഞാൽ നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ എന്ന് പറഞ്ഞ അയാളെക്കുറിച്ച് അവിടെ ചർച്ച. എല്ലാവർക്കും ബാധകല്ല. എല്ലാവർക്കും ഞാൻ ചെയ്യുന്നു എൻ്റെ ഫലം തന്നെ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ വിധിപ്രതിഷേധ വിഷയം ധർമാധർമ്മ ശബ്ദവാച്യം കുറുവൻ പ്രാപ്നോതി കിൽബിഷമിതി ഉക്തം സ്യാത് തത്രാപി വാങ്മനസാഭ്യാം വിഹിതാനുഷ്ഠാനപക്ഷേ കിൽബിഷപ്രാപ്തിവചനം വിരുദ്ധം ആപദ്യേത. അവിടെയും വാങ്മനസ്സുകളെ കൊണ്ട് വിഹിതമായിരിക്കുന്നത് അനുഷ്ഠിക്കുന്ന പക്ഷം കിൽബിഷം വന്നു ചേരും എന്ന് പറയുന്നത് വിരുദ്ധമായി പോകും. പ്രതിഷിദ്ധ സേവാപക്ഷേ അപി ഭൂതാർത്ഥാനുവാദമാത്രമനർത്ഥകം സ്യാത്. പ്രതിഷിദ്ധ സേവാപക്ഷമാണെങ്കിൽ പ്രതിഷിദ്ധമായത് ചെയ്താൽ പാപം വരും എന്ന് പറഞ്ഞാൽ അത് ഭൂതാർത്ഥാനുവാദമാണ്. ഉള്ള പോലെ പറയും. ശാസ്ത്രത്തിൽ എൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മൊത്തം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരീരസ്ഥിതി മാത്ര പ്രയോജകം എന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതാണ് സമർത്ഥിക്കുന്നത്. പക്ഷെ ആ സമർത്ഥനത്തിലും ഈ ഒരു ചോദ്യം വരും. അപ്പോൾ വിജ്ഞാനിയുടെ ലോകസംഗ്രഹ പ്രവൃത്തി ബന്ധകാരിയാവുമോ എന്ന് ചോദ്യം വരും. കാരണം ശരീരസ്ഥിതി മാത്ര പ്രയോജകമല്ലല്ലോ. അപ്പോഴാണ് ശരീരം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടി നമ്മൾ വിപുലമായി ചിന്തിക്കേണ്ട അവസ്ഥാവിശേഷം വരിക. അവിടെ ശരീരം എന്താണ്, ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതന്നെയാണല്ലോ പറഞ്ഞത്. അതെ, അത് വേറെ തലം. അദ്വേഷ്ട സർവഭൂതാനം മൈത്രകരുണേവ ചെന്നത് വേറെ തലം. അപ്പം ഇവിടെ ശരീരം എന്ത് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ അത് വ്യാഖ്യാനിച്ച് നേരെയാക്കാൻ പറ്റും. യഥാതു ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശാരീരം കർമ്മ അഭിപ്രേതം ഭവേത് തഥാ ദൃഷ്ടാദൃഷ്ട പ്രയോജനം കർമ്മ വിധിപ്രതിഷേധഗമ്യം ശരീരവാങ്മനസ നിർവർത്തിയം അന്യത് അകുർവൻ തൈഹി ഏവ ശരീരാദിഭിഃ ശരീരസ്ഥിതി മാത്ര പ്രയോജനം കേവല ശബ്ദപ്രയോഗാത് അഹം കരോമീതി അഭിമാനവർജിതഃ ശരീരാദിചേഷ്ടാ മാത്രം ലോകദൃഷ്ട്യാ കുർവൻ നാപ്നോതി കിൽബിഷം. ശരീരസ്ഥിതി മാത്ര പ്രയോജനമായിരിക്കുന്ന കർമ്മമാണ് ഇവിടെ അഭിപ്രായപ്പെട്ടത്. അതിൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞുള്ളത്. എന്ന് വന്നാൽ ദൃഷ്ടാദൃഷ്ട പ്രയോജനമായിരിക്കുന്ന വിധിപ്രതിഷേധഗമ്യമായിരിക്കുന്ന ശരീര വാങ്മനസ്സുകളെ കൊണ്ട് നിർവർത്തിപ്പിക്കുന്നതായ ഒരു കർമ്മത്തിലും വ്യാപരിക്കാതെ ശരീരം, വാക്ക്, മനസ്സ് തുടങ്ങിയവയാൽ വ്യാപരിപ്പിക്കപ്പെടുന്ന വിധിപ്രതിഷേധഗമ്യമായ യാതൊരു കർമ്മത്തിലും വ്യാപരിക്കാതെ, എന്താ കാരണം? കേവല ശബ്ദപ്രയോഗാത്, കേവലം എന്നുള്ള ശബ്ദമുള്ളത് കൊണ്ട്. അപ്പം എന്താ ചെയ്യുന്നത്? അന്യത അകുർവൻ തൈഹി ഏവ ശരീരാദിഭിഹി ശരീരസ്ഥിതി മാത്ര ശരീരവാങ് മനസ്സുകളെ കൊണ്ടൊക്കെ ഒറ്റ കർമ്മേ ചെയ്യുന്നുള്ളൂ. എന്താണ്? ശരീരസ്ഥിതി മാത്ര പ്രയോജകമായ കർമ്മത്തെ ചെയ്യുന്നു. അത് ശരീരത്തെ നിലനിർത്താൻ വേണ്ടി പ്രാപ്തമാകുന്നതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതായ കർമ്മത്തെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ? അവിടെയും പ്രശ്നമുണ്ട്. കേവല ശബ്ദപ്രയോഗാത് അഹം കരോമീതി അഭിമാനവർജിതനായിട്ട് ഞാൻ ചെയ്യുന്നു, ഇതെൻ്റെ എന്നുള്ള അഭിമാനവുമില്ലാതെ കണ്ട് ചേഷ്ട മാത്രം ചെയ്താൽ അവന് പാപമില്ല എന്നാണ് സിദ്ധമാകുന്ന അർത്ഥം. അപ്പം അവിടെ പ്രശ്നം ഇതാണ്. അങ്ങനെയാണെങ്കിൽ മഹാപുരുഷന്മാരുടെ വിജ്ഞാനികളുടെ ലോകസംഗ്രഹ പ്രവൃത്തി അവർക്ക് ബന്ധകാരിയാണെന്നല്ലേ ധ്വനിന്ന് ചോദ്യം വരും. അവിടെയാണ് ശരീരം എന്നുള്ളത് വ്യാഖ്യാനിച്ച് നേരെയാക്കണം എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ വഴിയില്ല. ഏവം ഭൂത അതന്നെയാ പറഞ്ഞ വ്യാഖ്യാനിച്ച് നേരെയാക്കണം. അതന്നെയാണുള്ള ശരീരം എന്നുള്ളത് എന്താണെന്ന്. കാരണം അതിനാണ് സൂചന പറഞ്ഞത്, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ. എല്ലാം താൻ തന്നെ ആയിരിക്കുക, എല്ലാം താൻ തന്നെ ആയിരിക്കുക. സർവഭൂതങ്ങളും സർവചരാചരങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നു. അവിടെ എന്ത് ശോകം, എന്ത് മോഹം എന്നാണ്. ആ ശോകമോഹരഹിതനാണ് ശരീരത്തെ കാണുന്നത്. ഏത് ശരീരം? പക്ഷെ അതിവിടെ ഈ വാച്യാർത്ഥം ഒന്ന് മാറിപ്പോവേ.
അതിവിടെ ഭാഷ്യകാരൻ പറഞ്ഞതിൽ നമ്മൾ കുറച്ച് വ്യാഖ്യാനിച്ച് മാറ്റം വരുത്തിയാലേ ശരിയാവുള്ളൂ. കാരണം ഇവിടെ എന്താ വെച്ചാൽ യതി ഒരു ലോകസംഗ്രഹ പ്രവൃത്തിയും ചെയ്യാതെ ശരീരസ്ഥിതിക്കുള്ളത് മാത്രം ഭക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ബന്ധനമില്ല എന്നുള്ളതാണ്. അതാണിവിടെ സ്വച്ഛമായി ഭാഷ്യത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ മറ്റീ പ്രശ്നങ്ങൾ വന്നാലാണ് നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടിയും വ്യാഖ്യാനിക്കേണ്ടിയൊക്കെ വരുന്നത്. അപ്പം എന്നാലും ലോകസംഗ്രഹം വേണ്ടേ? ലോകം കാണുന്ന ആൾ ലോകസംഗ്രഹം ചെയ്തോട്ടെ. ലോകത്തെ കാണുന്ന ആൾ ലോകസംഗ്രഹം ചെയ്തോട്ടെ. ഇയാൾ ലോകത്തെ കാണുന്നില്ല. 99.9999% പേര് ലോകം കാണുന്നുണ്ടല്ലോ. അവർ ലോകത്തെ സേവിക്കട്ടെ. ഇയാൾ ലോകത്തെ കാണുന്നില്ല. ഇയാൾ എന്തിനു സേവിക്കാനോ? ഏവം ഭൂതസ്യ പാപശബ്ദവാച്യ കിൽബിഷപ്രാപ്തി അസംഭവാത് കിൽബിഷം സംസാരം ന ആപ്നോതി. ഏവം ഭൂതസ്യ പാപശബ്ദവാച്യ കിൽബിഷപ്രാപ്തി അസംഭവാത് കിൽബിഷം സംസാരം ന ആപ്നോതി ജ്ഞാനാഗ്നിദഗ്ധ സർവകർമ്മത്വാത് അപ്രതിബന്ധേന മുച്യതേ ഏവ ഇതി. പൂർവോക്ത സമ്യക് ദർശന ഫലാനുവാദഃ ഏവ ഏഷഃ. ഏവം ശാരീരം കേവലം കർമ്മ ഇതി അസ്യ അർത്ഥപരിഗ്രഹേ നിരവധ്യം ഭവതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് പാപശബ്ദത്താൽ പറയപ്പെടുന്നതായ കിൽബിഷം, കുർബന്നാപ്നോതി കിൽബിഷം എന്നല്ലേ, യാതൊരു തരത്തിൽപ്പെട്ട കിൽബിഷവും പ്രാപിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് കിൽബിഷ ശബ്ദത്താൽ പറയുന്ന സംസാരം ഈ വിജ്ഞാനിക്കില്ല എന്ന് വന്നു. അയാൾക്ക് സംസാരക്ലേശങ്ങളില്ല. ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട കർമ്മങ്ങളോടൊത്തവനായതുകൊണ്ട് ഒരു പ്രതിബന്ധവുമില്ലാതെ അയാൾ മുക്തനാകുന്നു. കാരണം അയാൾ കർമ്മങ്ങൾ ദഹിച്ചു കഴിഞ്ഞു. ഏത് കർമ്മങ്ങൾ? എല്ലാ കർമ്മങ്ങളും ആഗാമിയും സഞ്ചിതവും. ആഗാമി തടയപ്പെട്ടു, സഞ്ചിതം ഭസ്മീകരിക്കപ്പെട്ടു, പ്രാരബ്ധം അനുഭവിക്കപ്പെട്ടു, കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രതിബന്ധവും ഇല്ലാതെ അയാൾ മുക്തനായി തീരുന്നു. കർമ്മശേഷമില്ല. ഇത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ സമ്യക് ദർശനത്തിൻ്റെ ഫലാനുവാദം മാത്രമാണ്. പുതുതായിട്ടൊന്നും പറയുന്നില്ല. സമ്യക് ദർശനത്തിൻ്റെ ഫലം ഇന്നതാണെന്ന് എടുത്തു കാണിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെയായാൽ ശാരീരം കേവലം കർമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം നന്നാവൂട്ടോ, നിരവധ്യം ഭവതി. ഇല്ലെങ്കിൽ അതിന് പ്രശ്നം വരുന്നതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതുകൊണ്ട് ശരീരമാത്ര പ്രയോജകമായ കർമ്മം എന്ന് ശാരീരം കർമ്മ എന്നുള്ളതിനർത്ഥം എടുക്കണം എന്ന് ഭാഷ്യകാരൻ. ഇതിൽ തർക്കത്തിന് സാധ്യതയുണ്ട്. നമുക്കൊരുപാട് വാദങ്ങൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്, ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, അതിപ്പോൾ ഈ ശരീരത്തെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ, നാം അറിയുന്ന ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതത്തിൽ തൻ്റെ അടുത്ത് വന്നതായ ഭിക്ഷ കഴിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണോ ചെയ്തത്? അല്ല. ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിച്ചു, ലോകോപകാരാർത്ഥം പ്രവർത്തിച്ചു, ഒരു നിമിഷം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. മഠസ്ഥാപനം, ഭാഷ്യരചന, പ്രകരണാദിരചന, സ്തോത്രാദിരചന, ഖണ്ഡനമണ്ഡന രൂപത്തിലുള്ള വാദങ്ങൾ. ഒരു നിമിഷം ആ മഹാപുരുഷൻ വിശ്രമിച്ചിട്ടുണ്ടാവും. ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവും. ആലോചിച്ച് ഒരു പുസ്തകം എഴുതണമെങ്കിൽ തന്നെ എത്ര പണിയുണ്ട്. ഓലയിൽ നാരായം കൊണ്ട് എഴുതാന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ്. വിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, തിരക്കിട്ട ജീവിതമാവും. അപ്പോൾ ശാരീരം കേവലം കർമ്മ നീ പറഞ്ഞത് അവിടെ പ്രശ്നമാവില്ല എന്ന് ചോദ്യം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ മഹാത്മാവിനെ സംബന്ധിച്ച് ശാരീരം എന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ടി വരും. അവിടെ നമ്മൾ പറയുന്ന ശാരീരം മാത്രമാണെന്ന്
പറഞ്ഞൂടാ. അവിടെ യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ദൃഷ്ടി ഉയർത്തേണ്ടി വരും. ത്യക്തസർവപരിഗ്രഹസ്യ യതേഃ അന്നാദേഹ ശരീരസ്ഥിതിഹേതോഃ പരിഗ്രഹസ്യ അഭാവാത് യാചനാദിനാ ശരീരസ്ഥിതൗ കർത്തവ്യതായാം പ്രാപ്തായാം അയാചിതമസംക്ലിപ്തം ഉപപന്നം യദൃച്ഛയ ഇത്യാദിനാ വചനേന അനുജ്ഞാതം യതേഃ ശരീരസ്ഥിതിഹേതോഃ അന്നാദേഹ പ്രാപ്തിദ്വാരം ആവിഷ്കുർവൻ ആഹ. ത്യക്തസർവപരിഗ്രഹസ്യ യതേഃ അന്നാദേഹ ശരീരസ്ഥിതിഹേതോഃ പരിഗ്രഹസ്യ അഭാവാത് യാചനാദിനാ ശരീരസ്ഥിതൗ കർത്തവ്യതായാം പ്രാപ്തായാം അയാചിതമസംക്ലിപ്തം ഉപപന്നം യദൃച്ഛയ ഇത്യാദിനാ വചനേന അനുജ്ഞാതം യതേഃ ശരീരസ്ഥിതിഹേതോഃ അന്നാദേഹ പ്രാപ്തിദ്വാരം ആവിഷ്കുർവൻ ആഹാ. അപ്പം ത്യക്തസർവപരിഗ്രഹനാണ്, ഒരു പരിഗ്രഹവും ഇല്ല, യാതൊരു പരിഗ്രഹവുമില്ല. അങ്ങനെയുള്ള യതി ശരീരസ്ഥിതി മാത്രമായിട്ടുള്ളത് ചെയ്യണം. ശരീരസ്ഥിതി മാത്രമായിട്ടുള്ളത് ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും ഭക്ഷണം കഴിക്കേണ്ടി വരും, ഇല്ലേ? ശരീരസ്ഥിതിക്ക് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പരിഗ്രഹമുണ്ടോ? പരിഗ്രഹമില്ല. അപ്പം എന്തു ചെയ്യും? യാചിക്കണം. ഭിക്ഷാന്തേഹി എന്ന് പറയേണ്ടി വരും. ഭിക്ഷാന്തേഹി. ആ ഭിക്ഷയ്ക്കുള്ള വിധി എന്താണ്? ആ ഭിക്ഷയ്ക്കുള്ള വഴി യാചനാദിന ശരീരസ്ഥിതോ കർത്തവ്യതായാം പ്രാപ്തായാം. യാചനാദി കൊണ്ട് ശരീരസ്ഥിതി കർത്തവ്യമായി വന്നു ചേരുമ്പോൾ അയാചിതമസംക്ലിപ്തമുപപന്നം യദൃച്ഛയ എന്നൊരു വിധിയുണ്ട്. യാചിക്കാതെ കണ്ട്, സങ്കൽപ്പിക്കാതെ കണ്ട് എതിർച്ചയ വന്നു ചേർന്നതിനെ കൊണ്ട് ജീവിക്കണം. അപ്പോഴോ യാചിക്കാതെ സങ്കൽപ്പിക്കാതെ വന്നു ചേർന്നതിനെ കൊണ്ട് സന്തോഷമായി കഴിയണം. ഇതാണ് ഇത് ചര്യ. അപ്പം യാചന ചെയ്യുന്നതോ അത് വേറെ ഉണ്ട്, അങ്ങനെയുണ്ട്. മാധുകരിയൊക്കെ ഉണ്ട്. 5 ഗൃഹങ്ങളിൽ പോയി യാചിക്കുക, എന്നിട്ട് കിട്ടിയത് ഒന്നിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ബോധായന നിയമം, ബോധായനൻ്റെ സ്മൃതിയിൽ അയാചിതമസംക്ലിപ്തം, യാചന ചെയ്യാതെ വന്നു ചേർന്നത്. 2, ഒരാൾ യാചിക്കാൻ പോകുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാച്ചോളൂ ഇന്ന് നല്ല ചാപ്പാട് വന്നു ചേർന്നേ. സങ്കല്പിച്ചാൽ എന്തായി? അത് സംക്ലിപ്തമായി. ഇത് അസംക്ലിപ്തമായിരിക്കണം. അപ്പം യാചിക്കുന്നതുമില്ല, ഒന്ന് സങ്കല്പിക്കുന്നുമില്ല. അങ്ങനെ ആയപ്പോൾ വന്നു ചേർന്നു ഭക്ഷണം, ഉപപന്നം. എങ്ങനെ വന്നു ചേർന്നു? എതിർച്ച അപ്രാർത്ഥിതയ, പ്രാർത്ഥിക്കാതെ കണ്ട് വന്നു ചേർന്നു ഭക്ഷണം. അങ്ങനത്തെ ഭക്ഷണം കൊണ്ട് വേണം ജീവിക്കുക എന്നുണ്ട്. അപ്പം അത് വചനേന അനുജ്ഞാതം. ഇങ്ങനെ യതിക്ക് ഭക്ഷണം വിധിക്കപ്പെട്ടിട്ടുണ്ട്. ശരീരസ്ഥിതി ഹേതോഹോ അന്നാദേഹേ പ്രാപ്തിദ്വാരം. അങ്ങനെ ശരീരസ്ഥിതി ഹേതുവായിട്ടുള്ള അന്നാദിയുടെ പ്രാപ്തിദ്വാരം, പ്രാപിക്കാനുള്ള മാർഗം ശാസ്ത്രത്താൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതിനെ ആവിഷ്കരിച്ചുകൊണ്ട് പറയുകയാണ് യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടോ
ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടഃ. യദൃച്ഛാലാഭം, യദൃച്ഛാലാഭം വെച്ചാൽ അപ്രാർത്ഥിതമായി വന്നു ചേർന്ന ലാഭം, പ്രാർത്ഥിക്കാതെ വന്നു ചേർന്ന ലാഭം. അത് വേണേ തരണേ, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതല്ല, അല്ലാതെ വന്നു ചേർന്ന ലാഭം. അതുകൊണ്ട് സന്തുഷ്ടനാവുന്നവർ. അതെന്താ കിട്ടിയ അതുകൊണ്ട് സന്തുഷ്ടനാവുക. ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ സുഖമായിട്ട് ഇരുന്ന് പ്രസംഗിക്കുക. എന്താ, കുറച്ച് കഴിഞ്ഞാൽ മണി അടിക്കുന്ന ഉറപ്പാണ്, അപ്പോൾ ശാപ്പാട് കിട്ടുന്ന ഉറപ്പാണ്. ഞാൻ യാചിച്ചിട്ടൊന്നുമില്ലല്ലോ, അല്ലാണ്ട് മണി അടിച്ചതാണ്. അത് അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. അപ്പം ഇത് പറയാൻ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണിത്. അത് ശ്രദ്ധിക്കുക. വളരെ ആന്തരികമായ വിഷയമാണ്, ഒട്ടും ബാഹ്യമല്ല. അപ്പോൾ യദൃച്ഛാലാഭസന്തുഷ്ടൻ, അപ്രാർത്ഥിതനായിട്ട് വന്നു ചേർന്നതിനെ കൊണ്ട് സന്തുഷ്ടനാകുന്നവൻ. ഇവിടെ ഈ യതിചര്യയിൽ നിവൃത്തിമാർഗനിരതനായി പോകുന്ന ഒരു സാധകനോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ സ്വാദ്വന്നം ന തു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. ഇല്ലേ, നീ സ്വാദ്വന്നം യാചിക്കാൻ പോകരുത്, വിധിവശാത് വന്നു ചേർന്നതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ. വീട്ടിൽ പോയി സ്വാമി ഇരിക്കുമോ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അല്ല, അതിനെന്നെയാ വന്നത്, എന്നാൽ ഞാൻ എടുക്കാം, കുറച്ച് സ്വാദുള്ള ഉണ്ടായിക്കോളൂ എന്ന്. അതല്ല, അങ്ങനെയില്ല. സ്വാദ്വന്നം ന തു യാച്യതാം വിധിവശാത് പ്രാപ്തേന. വിധിവശാത് സ്വാദുള്ളത് വന്നു, എന്നാലോ സന്തോഷിത. ഇതിന് വേറൊരു വ്യാഖ്യാനമുണ്ട്. വിധിവശാത് പ്രാപ്തേ ന സന്തോഷ്യതാം. വിധിവശാ സ്വാദുള്ളത് വന്നു ചേർന്നാൽ നീ സന്തോഷിക്കാനൊന്നും പോണ്ട, വന്നു കഴിച്ചോളാ, പോയിക്കോളാ. ഇത്രയേ. അത് കുറച്ചും കൂടി ഉയർന്ന അല്ലേ. വിധിവശാത് പ്രാപ്തേ, വിധിവശാത് വന്നു ചേർന്നാൽ ന സന്തോഷ്യത. ഒന്ന് തൃതീയ, ഒന്ന് സപ്തമി. അപ്പോൾ യദൃച്ഛാലാഭസന്തുഷ്ടഃ ദ്വന്ദ്വാതീതഃ, ദ്വന്ദ്വത്തെ അതിക്രമിച്ചവൻ. എൻ്റെ നിൻ്റെ, എൻ്റെ നിൻ്റെ, സുഖം ദുഃഖം, മാനാപമാനം, പൂജാപരിഭവം, സ്തുതി നിന്ദ, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവൻ. വിമത്സരഃ, വിമത്സരഃ മത്സരമൊഴിഞ്ഞവൻ. മത്സരം ഒഴിയാന്നൊക്കെ പറഞ്ഞാൽ ഉച്ചകോടിപ്പെട്ട അവസ്ഥയാണ്. കാരണം നമുക്കൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ മത്സരം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയോ ഇല്ലേ. അസൂയ നമ്മുടെ ഉള്ളിലുണ്ടോ നമുക്ക് തന്നെ അറിയോ. വിഷമാണ്. സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴേ അറിയുള്ളൂ നമ്മുടെ ഉള്ളിൽ മത്സരമുണ്ടോ, നമ്മുടെ ഉള്ളിൽ അസൂയുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പണിയാണ്. ഇപ്പോൾ കാമുണ്ടോ ക്രോധമുണ്ടോ എന്നൊക്കെ എളുപ്പം മനസ്സിലാക്കാം. അത് അന്ധകരണത്തിൻ്റെ ഉപരിതലത്തിൽ വരും. ഇതൊന്നും ഉപരിതലത്തിൽ വരാത്ത വൃത്തിയാണ്, എവിടെയോ അഗാധതയെ കിടക്കുന്ന വൃത്തികളാണ്. അതാണ് വിമത്സരഃ, മത്സരമൊഴിഞ്ഞവൻ. സിദ്ധൗ അസിദ്ധൗ ച സമഃ, സിദ്ധിയിലും അസിദ്ധിയിലും സമൻ. സിദ്ധമായാലും സിദ്ധമായില്ലെങ്കിലും സമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏകദേശ കാലഘട്ടത്തിൽ മീററ്റിലടുത്തൊരു മഹാത്മാവിനെ, ഒരു സന്യാസി ശ്രേഷ്ഠനെ ചിലർ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു.
ചില മതഭ്രാന്തന്മാരാന്ന് കൂട്ടിയാൽ മതി. സ്വാമിയുടെ ശിഷ്യന്മാർ പോയി അവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു, സ്വാമിയുടെ കാൽക്കൽ വെച്ചു. സ്വാമി പറഞ്ഞു, എന്നെ പിടിച്ച് മർദ്ദിച്ചവരും ഇപ്പം പിടിച്ച് കൊണ്ടുവന്നവരും ഒക്കെ ഒന്ന് തന്നെയാണ്. മർദ്ദിച്ച ആളും ഇപ്പം പിടിച്ച് കെട്ടി കൊണ്ടുവന്ന ആളും ഒന്ന് തന്നെ. പിന്നെ അഴിച്ചു വിടല്ലാണ്ട് വല്ലതും വയ്ക്കുമോ? രണ്ടു കൂട്ടരും സ്വാമിയുടെ മുമ്പിൽ നമസ്കരിച്ചു പോയി. സമസിദ്ധവും അസിദ്ധവും ച, സിദ്ധിയിലും അസിദ്ധിയിലും സമമായിരിക്കുന്ന അങ്ങനെയുള്ള ആള്. എങ്ങനെയുള്ള ആള്? യദൃച്ഛാലാഭസന്തുഷ്ട ദ്വന്ദ്വാതീത വിമത്സര സിദ്ധൗ അസിദ്ധൗ ച സമഹ. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആള് കൃത്വ അപി ന നിബധ്യതേ, എന്ത് ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല. അയാൾ എന്ത് തന്നെ ചെയ്തു വെച്ചാലും ചെയ്തില്ല വെച്ചാലും ബന്ധിക്കപ്പെടുന്നില്ല. അത്രയും അയാൾ ദ്വന്ദ്വാതീതനാണ്. നോക്കൂ, എതിർച്ഛാലാഭസന്തുഷ്ട അപ്രാർത്ഥിതോപനത ലാഭ എതിർച്ഛാലാഭ തേന സന്തുഷ്ട സഞ്ജാത അലം പ്രത്യയ ദ്വന്ദ്വാതീത ദ്വന്ദ്വ ശീതോഷ്ണാദിഭിः ഹന്യമാനः അപി അവിഷണ്ണചിത്തः ദ്വന്ദ്വാതീതः ഉച്യത്തെ. വിമത്സരः വിഗതമത്സരः നിർവൈരബുദ്ധിः സമः തുല്യः എതിർച്ഛാലാഭस्य സിദ്ധൗ അസിദ്ധൗ ച. एवं भूतः यतिः अन्नादेः शरीरस्थितिहेतोः लाभालाभयोः समः हर्षविषादवर्जितः कर्मादौ अकर्मादिदर्शी यथा भूतात्मदर्शननिष्ठः शरीरस्थितिमात्रप्रयोजने भिक्षाटनादिकर्मणि शरीरादिनिर्वर्त्ये न एव किञ्चित् करोमि अहं गुणागुणेषु वर्तन्ते इत्येवं सदा सम्परिचक्षाणः आत्मनः कर्तृत्वाभावं पश्यन् न एव किञ्चित् भिक्षाटनादिकं कर्म करोति. लोकव्यवहारसामान्यदर्शनेन तु लौकिकैः आरोपितकर्तृत्वे भिक्षाटनादौ कर्मणि कर्ता भवति, स्वानुभवेन तु शास्त्रप्रमाणादिजनितेन अकर्ता एव. स एवं पराध्यारोपितकर्तृत्वः शरीरस्थितिमात्रप्रयोजनं भिक्षाटनादिकं कर्म कृत्वा अपि न निबध्यते. बन्धहेतोः कर्मणः सहेतुकस्य ज्ञानाग्निना दग्धत्वात् इति उक्तानुवाद एव एषः. यदृच्छालाभसन्तुष्टः अप्रार्थितोपनतः लाभः यदृच्छालाभः तेन सन्तुष्टः सञ्जात अलं प्रत्ययः द्वन्द्वातीतः द्वन्द्वः शीतोष्णादिभिः हन्यमानः अपि अविषण्णचित्तः द्वन्द्वातीतः उच्यते. विमत्सरः विगतमत्सरः निर्वैरबुद्धिः समः तुल्यः यदृच्छालाभस्य सिद्धौ असिद्धौ च. यः एवं भूतः यतिः अन्नादेः शरीरस्थितिहेतोः लाभालाभयोः समः हर्षविषादवर्जितः कर्मादौ अकर्मादिदर्शी यथा भूतात्मदर्शननिष्ठः शरीरस्थितिमात्रप्रयोजने भिक्षाटनादिकर्मणि शरीरादिनिर्वर्त्ये न एव किञ्चित् करोमि अहं गुणागुणेषु वर्तन्ते इत्येवं सदा सम्परिचक्षाणः आत्मनः कर्तृत्वाभावं पश्यन् न एव किञ्चित् भिक्षाटनादिकं कर्म करोति. लोकव्यवहारसामान्यदर्शनेन तु लौकिकैः आरोपितकर्तृत्वे भिक्षाटनादौ
കർമ്മണി കർത്താ ഭവതി സ്വാനുഭവേന തു ശാസ്ത്രപ്രമാണാദിജനിതേന അകർത്താ ഏവ സഹ ഏവം പരാധ്യാരോപിതകർത്തൃത്വഃ ശരീരസ്തുതിമാത്രപ്രയോജനം ഭിക്ഷാടനാദികം കർമ്മ കൃത്വാ അപി ന നിബധ്യതേ ബന്ധഹേതോഃ കർമ്മണഃ സഹേതുകസ്യ ജ്ഞാനാഗ്നിന ദഗ്ധത്വാദ് ഇതി ഉക്താനുവാദ ഏവ ഏഷ. അപ്പോൾ എതിർച്ഛാലാഭസന്തുഷ്ടൻ അപ്രാർത്ഥിതോപനതഃ ലാഭ, അപ്രാർത്ഥിതമായി വന്നു ചേർന്ന ലാഭം, അതാണ് എതിർച്ഛാലാഭം. പ്രാർത്ഥിച്ചിട്ട് വരുന്നതല്ല, സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല, അല്ലാതെ വന്നു ചേരുന്നത്. അങ്ങനെയുള്ള ലാഭത്തിൽ തേന സന്തുഷ്ട, സഞ്ജാത അലം പ്രത്യേക സന്തോഷം, അലം അലം ചാ മതി, മതിയായി. എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഭാവം, നിറഞ്ഞിരിക്കുന്ന ഭാവം. ആ നിറഞ്ഞിരിക്കുന്ന ഭാവത്തോടു കൂടി ഉള്ളവൻ ദ്വന്ദ്വാതീത, ദ്വന്ദ്വ ശീതോഷ്ണാദിഭി അന്യമാനഹാപി, ശീതമുഷ്ണം, സ്തുതി നിന്ദ, പൂജാപരിഭവം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ ജീവിതത്തിൽ നിരന്തരം വരും, ആർക്കും വരും അല്ലേ? ആ ദ്വന്ദ്വങ്ങളാൽ ഹന്യമാനഹാപി, ഹനിക്കപ്പെടുന്നവനാണെങ്കിലും അഭിഷണ്ണജിത്ത, വിഷാദം പ്രാപിക്കുന്നില്ല. തണുപ്പില്ലേ? തണുപ്പുണ്ട്. ചൂടോ? ചൂടുണ്ട്. തണുപ്പത്ത് എനിക്ക് തണുപ്പില്ല എന്ന് കള്ളത്തരം പറയല്ല, അല്ല, തണുപ്പുണ്ട്, ചുട്ടു പൊള്ളുന്നുണ്ട്, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. പക്ഷെ അതിനാൽ വിഷാദഗ്രസ്തമാകുന്നില്ല മനസ്സ്. കാരണം ദ്വന്ദ്വങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ബാഹ്യപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ദ്വന്ദ്വം. ലോകത്തിൽ ആരെങ്കിലും ഒരാൾ പൂജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പരിഭവം പറയുന്നുണ്ടാവും. ലോകത്തിൽ എവിടുന്നെങ്കിലും ആരെങ്കിലും ഒരാൾ നമ്മളെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ആരെങ്കിലും ഒരാൾ നിന്ദിക്കുന്നുണ്ടാവും. അത് ബാലൻസ് നോക്കണം, അതുണ്ടാവും. മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടിനാലും ഞാൻ ബാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ദ്വന്ദ്വങ്ങളെ സ്വീകരിക്കുന്നു, പക്ഷെ ആ ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. ഈയൊരു ഒരു ഒരു അവസ്ഥയിൽ വിമത്സര, വിഗതമത്സര, ഒരു മത്സരവുമില്ലാതെ, ഒന്നിനോട് മത്സരമില്ലാതെ, നിർവൈരബുദ്ധി, വൈരമില്ലാത്ത ബുദ്ധിയോടൊത്തവനായിട്ട് എതിർച്ഛാലാഭസ്യ സിദ്ധൗ അസിദ്ധൗ സമഹ, ഈ പറഞ്ഞ എതിർച്ഛാലാഭത്തിൽ പോലും അതിൻ്റെ സിദ്ധിയിലും അസിദ്ധിയിലും സമനാണ്. അയ്യോ ഒന്നും വന്നില്ലല്ലോ എന്നോ വന്നല്ലോ എന്നോ രണ്ടുമില്ല, രണ്ടുമില്ല. സിദ്ധൗ അസിദ്ധൗ ച സമഹ. ഏവം ഭൂതഃ യതി, ഇങ്ങനെയുള്ള യതി. അന്നാദേഹേ ശരീരസ്ഥിതി ഹേതോഹോ ലാഭാലാഭയോഹോ സമഹ ഹർഷവിഷാദരഹിത. ശരീരസ്ഥിതിക്കുള്ളതായ ദ്വന്ദ്വങ്ങൾ വരുമ്പോൾ പോലും ഹർഷവിഷാദങ്ങളെ പ്രാപിക്കുന്നില്ല. ഇതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഏതാ സ്തുതി എന്നുള്ളത് ശരിക്ക് നിരൂപണം ചെയ്യണം. അങ്ങനെയുള്ള ആള്, എങ്ങനെയുള്ള ആള്? കർമാധവ കർമ്മദർശി, അകർമ്മണി കർമ്മദർശി, കർമ്മണി അകർമ്മദർശി. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്ന ആള്, അയാള് ശരീരസ്ഥിതി മാത്ര പ്രയോജനമായിരിക്കുന്ന ഭിക്ഷാടനാദി കർമ്മം ചെയ്യേണ്ടി വന്നാലും അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധത്തിലാണ്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലഭൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ നബി. ഇല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യണില്ല എന്നറിയാം. എന്താണ് അറിവിൻ്റെ കാരണം? ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, ഞാൻ എന്തിനാ വേണ്ടാണ്ട് അതിൽ കയറി തലയിടണത്? അവരവരെ പണിയെടുക്കട്ടെ. കണ്ണ് കണ്ണിൻ്റെ പണിയെടുക്കണോ, ചെവി ചെവിൻ്റെ പണിയെടുക്കണോ, മൂക്ക് മൂക്കിൻ്റെ പണിയെടുക്കണോ, അത്രയേ ഉള്ളൂ. ഓരോ കാരണവും അതിൻ്റെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് അലിപ്തനായിരിക്കുന്നു. ഇത്യവം സദാ സംപരിചക്ഷാണ,
ഈ ഒരു വിചാരത്തിൽ ഉറച്ചിരിക്കുന്നവൻ കർത്തൃത്വഭാവം പശ്യൻ ഭിക്ഷാടനാധികം ചെയ്യുന്നില്ല. അപ്പോൾ ലോകദൃഷ്ടിയാ ചെയ്താലോ, അതാണ് പറഞ്ഞത്, ലോകവ്യവഹാര സാമാന്യ ദർശനത്തിൽ അയാൾ ലൗകികന്മാരാൽ ആരോപിത കർത്തൃത്വമുള്ളവനാണ്, അവൻ പലതും ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കും. എന്നാൽ സ്വദൃഷ്ടിയാലോ സ്വാനുഭവേന നൈവ കിഞ്ചിത് അകർത്തായവ ഭവതി, അവരൊന്നും ചെയ്യുന്നില്ല. ലോകദൃഷ്ടിയ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്യുമ്പോഴും ഒന്നും ചെയ്യുന്നില്ല. മൂഢനോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക. ഇങ്ങനെ മറ്റുള്ളവരാൽ ആരോപിക്കപ്പെട്ട കർത്തൃത്വത്തോടു കൂടിയവൻ, മറ്റുള്ളവരാൽ ആരോപിക്കപ്പെട്ട കർത്തൃത്വത്തോടു കൂടിയവൻ ശരീരസ്ഥിതി മാത്ര പ്രയോജനമായിരിക്കുന്ന കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ബന്ധഹേതുവായ കർമ്മം ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടതുകൊണ്ട്. ഇതാണ് 22ാമത്തെ ശ്ലോകം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒത്തുകൂടാം. നിർത്തണില്ല, അങ്ങനെ പോവാണ്.